ഓരോ ജമാഅത്തിനും ലക്ഷക്കണക്കായ മുസ്ലിമീങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മദീന പള്ളിയിൽ മിമ്പറിന്റെ മിമ്പറിന്റെ മുകളിൽ കയറി നിൽക്കുക. കുറുനരികളും ചന്നായ്ക്കളും കുറുനരികളും അതേപോലെ കുറുക്കന്മാരും മദീന പള്ളിയിൽ എൻ്റെ മെഹ്റാബിന്റെ മുകളിൽ, ഈ പള്ളിയിലെ മെഹ്റാബിന്റെ മുകളിൽ കയറി നിന്ന് ഓരിയിടുന്ന കാലഘട്ടം വരും. ഒരാൾ പോലും അന്ന് ഈ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരില്ലെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യതഖാറബുസ് സമാൻ, കാലങ്ങൾ അടുത്തു വരും. ഇന്നലെ പറഞ്ഞു. വയുഖ്ബലുൽ ഇൽമു, വിജ്ഞാനത്തെ പിടിക്കപ്പെടും. നാം പണത്തിന്റെ അധികാരം അടിതെറ്റുന്ന ആത്മീയത എന്നൊരു ചർച്ച പറഞ്ഞിരുന്നു, എന്ന് പറഞ്ഞിട്ടുണ്ട്. വതൽഹറുൽ ഫിതനു, പിന്നെ പറയുന്നത് ഫിതനകൾ പ്രത്യക്ഷമാകും എന്നാണ്. വയക്സുറുൽ ഹറജു, ഹറജ് അധികരിക്കും. ഹറജ് എന്ന വാക്കിന്റെ അർത്ഥം സ്വഹാബികൾക്ക് വേണ്ടതുപോലെ മനസ്സിലായില്ല. ഉടനെ അവർ ചോദിച്ചു, വമൽ ഹറജു യാ റസൂലല്ലാഹ്, നബിയെ എന്തിനാണ് ഹറജ് എന്ന് പറയുന്നത്? ഫഖാല അൽ ഖത്ലു, അൽ ഖത്ലു എന്ന്. ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി ഈ ഭൂമിയിൽ കൊലപാതകം വിഷയമല്ലാതെയായി മാറും എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ശ്രദ്ധിക്കണം. എൻ്റെ ചെറുപ്പകാലത്ത് ഇവിടെ ഏതോ ഒരു പന്നിയങ്കരയിൽ, ഈ കോഴിക്കോട്ടങ്ങാടിയിൽ പന്നിയങ്കരയിൽ ഒരു പെൺകുട്ടിയെ ആരോ കൊലപ്പെടുത്തിയതിൻ്റെ പേരിൽ പാട്ടുണ്ടായത് എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ എന്താ ആ പെൺകുട്ടീൻ്റെ പേര്? സുലൈഖ. രവി എന്ന ഒരാൾ അല്ലേ കൊലപ്പെടുത്തിയതിൻ്റെ പേരിൽ, പന്നിയങ്കരയിൽ ഒരു സുലൈഖയെ കൊലപ്പെടുത്തിയതിൻ്റെ പേരിൽ എൻ്റെ ചെറുപ്പകാലത്ത് പാട്ട് കേട്ടുകയും ആ പാട്ട് ഞാൻ ഏറ്റുപാടുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ പാട്ട് പാടാനോ പാട്ടുണ്ടാക്കാനോ ആളില്ല. എന്തുകൊണ്ട്? അതൊരു സർവ്വസാധാരണയായ വിഷയമായി മാറിയിരിക്കും. ഇന്ന് ഭൂകമ്പങ്ങൾ പോയി, ഇന്നലെ നാം പറഞ്ഞു, ഭൂകമ്പങ്ങൾ പത്രങ്ങൾ ചരമകോളങ്ങൾ പോലെ റിപ്പോർട്ട് കൊടുക്കുന്ന കാലം വിദൂരമല്ല എന്ന് നാം മനസ്സിലാക്കണം. എന്തുകൊണ്ട് അതൊരു വിഷയമല്ലാതായി തീരുകയാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമൽ ഹറജു യാ റസൂലല്ലാഹ്, എന്തിനാ നബി ഹറജ് എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായില്ല? ഫഖാല അൽ ഖത്ലു, അൽ ഖത്ലു, കൊല തന്നെ, കൊല തന്നെ, കൊല തന്നെ. ചെളിവെള്ളം വാഹനം കൊണ്ടുപോയപ്പോൾ വീലിൽ നിന്ന് ചെളിവെള്ളം ദേഹത്ത് തെറിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ ഈ കഴിഞ്ഞ ഈ വർഷം, ഈ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് മലബാറിൻ്റെ ഈമാനിൻ്റെ ഹൃദയഭൂമി എന്ന് അറബികൾ പോലും പറയുന്ന കോഴിക്കോട്ട് പച്ചപ്പകലിൽ അടിച്ചു കൊന്നത് എന്ന യാഥാർത്ഥ്യം നാം ചിന്തിക്കണം. ഇതാണ് അൽ ഖത്ലു, കൊല. കൊല ഒരു വിഷയമല്ലാതെയായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. മുസ്ലിമിന്റെ വേറെ ഒരു ഹദീസ് കൂടി കേട്ടോളൂ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി വല്ലദീ നഫ്സി ബിയദിഹി ലാ തദ്ഹബു ദുനിയാ ഹത്താ യഅതി അലൻ നാസി സമാൻ. ഒരു പ്രത്യേക കാലം വരാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ലെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണേ, വളരെ മനസ്സിലാക്കണം. لا يدري القاتل فيما قتل ولا يدري المقتول فيما قتل. صحيح مسلم. لا يدري القاتل فيما قتل. ഞാൻ എന്തിനാണ് ഈ ആളെ കൊല്ലുന്നത് എന്ന് കൊല്ലുന്നവന് അറിഞ്ഞുകൂടാത്ത കാലം. ولا يدري المقتول فيما قتل. എന്നെ എന്തിനാണ് കൊല്ലുന്നത് എന്ന് കൊലപ്പെടുത്തുന്നവനും അറിയാത്ത സന്ദർഭം. സത്യത്തിൽ അതുതന്നെയല്ലേ ഇന്ന് നടക്കുന്നത്? എത്ര കൊലകളാണ് കണ്ണൂരും പരിസരത്തുമൊക്കെ നടന്നത്? അള്ളാഹു നമ്മുടെ ഭൂമിയെ കാത്തുരക്ഷിക്കട്ടെ. കൊല്ലുന്നതിന് നേരത്തെ അവന്റെ നേതാവ് നിശ്ചയിച്ച ആളായിരിക്കും. നേതാവ് നിശ്ചയിച്ചിടത്തേക്ക് കത്തി പായിക്കുന്ന ഉത്തരവാദിത്തം മാത്രമാണ് ഈ വിഡ്ഢിയായ മനുഷ്യനുള്ളത്. എന്തിനു വേണ്ടിയാണ്? ഇന്നാലിന്ന വാർഡിൽ, ഇന്നാലിന്ന പഞ്ചായത്തിൽ, ഇന്നാലിന്ന വാർഡിൽ ഇത്രാം നമ്പർ വീടിൽ താമസിക്കുന്ന ഇന്നാലിന്ന ആൾ ഇത്ര ദിവസത്തിനുള്ളിൽ കൊലപ്പെടുത്തി പോകണം എന്ന നേതാവിന്റെ തീരുമാനമായിരിക്കും നടപ്പിലാക്കിയത്. എന്തിനു വേണ്ടിയാണ് എൻ്റെ നേതാവ് ഇതിന് കൽപ്പിച്ചത് എന്ന് ലാ യദ്രിൽ ഖാതിലു ഫീമാ ഖതല. എന്തിനു വേണ്ടിയാണ് ഞാൻ ഇയാളെ കൊല്ലുന്നത് എന്ന് കൊല്ലുന്നവനെ അറിഞ്ഞുകൂടാത്ത കാലഘട്ടം. ഇതൊക്കെ സർവ്വസാധാരണയായില്ലേ? ഇനി മരിക്കുന്നവനോ അവനും അറിഞ്ഞുകൂടാ. വേറെവിടെയോ ഏതോ ഒരു വിഭാഗത്തിന്റെ ഒരാളെ തന്റെ പാർട്ടിക്കാർ കൊലപ്പെടുത്തിയതിന്റെ പേരിലായിരിക്കും ഈ സാധുവായ മനുഷ്യനെ കൊലപ്പെടുത്തുന്നത്. വലാ യദ്രിൽ മഖ്തൂലു ഫീമാ ഖുതില.
എന്നെ എന്തിനാണ് കൊല്ലുന്നത് എന്ന് കൊല്ലുന്നവനും അറിയാത്ത കാലഘട്ടം. അതാണ് ഖിയാമത്തിന്റെ തലേന്നാൾ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു ഹദീസ് കൂടി കേട്ടു, നോക്കൂ നിങ്ങൾ, വളരെ പ്രഗൽഭമായ ഒരു ഹദീസ്, സ്വഹീഹുൽ ബുഖാരി. അനബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു യൂശികു അൻ യകൂന ഖൈറു മാലിൽ മുസ്ലിമി ഗനമ യത്തബിഉ ബിഹാ ശഗ്ഫൽ ജിബാൽ. സ്വഹീഹുൽ ബുഖാരി. വളരെ പ്രധാനപ്പെട്ട, വളരെ സുസമ്മതമായ വചനങ്ങൾ മാത്രമാണ് ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത്. സ്വഹീഹുൽ ബുഖാരി. ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂശികു അൻ യകൂന ഖൈറു മാലിൽ മുസ്ലിമി ഗനമ. മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും നല്ല ധനം ആടുകൾ ആകുന്ന ഒരു കാലം വരാൻ പോകുന്നുണ്ട്. ആടത്തേക്ക് മാഞ്ചിയം അതല്ല, അങ്ങനെ പറയാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അതിൻ്റെ അങ്ങനെ ഒരു മാഫിയ വളർന്നു വന്നു. അതല്ല ഈ പറയുന്നത്. യുഷികു അൻ യകൂന ഖൈറു മാലിൽ മുസ്ലിമി ഗനമൻ. മുസ്ലിമീങ്ങൾക്ക് ഒരു കാലത്ത് നല്ല ധനം ആടുകളായിരിക്കും. യത്തബിഉ ബിഹാ ശഗ്ഫൽ ജിബാൽ. നേരം വെളുത്താൽ യത്തബിഉ ബിഹാ, അതിന്റെ പിന്നാലെ പോകാം, ശഗ്ഫൽ ജിബാലി, പർവ്വതങ്ങളുടെ ഉച്ചിയിലേക്ക്. യഫിറു ബിദീനിഹി, ദീനിനെയും കൊണ്ട് ഓടണമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. നാടിൽ നിന്നാൽ ദീൻ സംരക്ഷിക്കാൻ കഴിയാത്ത കാലഘട്ടം വരും എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ദീനിനെ കൊണ്ടുവരുന്നത് നാവാണ്, ദീനിനെ കളയുന്നതും നാവാണ്. ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് വരുന്നത്, വളരെ ചിന്തിക്കണം, നാട്ടിൽ നിന്നാൽ മറ്റുള്ളവരെ കുറിച്ച് ഗീബത്ത് പറയുകയല്ലാതെ നിർവാഹമില്ല. സൊസൈറ്റി മുഴുവനും അങ്ങനെയാണ്. സംഘടിതമായ മതപരമായ ചടങ്ങുകൾ പോലും അങ്ങനെയായി തീരുക. മതപണ്ഡിതന്മാർ പോലും ഗീബത്ത് പറയുന്ന കാര്യത്തിൽ ആവശ്യമായ ചില കാര്യങ്ങൾ പറയാവുന്നതാണ്. എന്നാൽ അനാവശ്യമായ ഗീബത്തുകൾ പെരുപ്പിക്കുന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ പോലും മത്സരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഒരു പരിപാടിയിൽ, ഒരു പ്രസംഗത്തിന്, ഒരു ഉപദേശത്തിന് പോയാൽ പഴയ കാലത്ത് ഈമാൻ വർദ്ധിക്കുമായിരുന്നു. മസ്ലഹത്തിന്റെ വേദികൾ ഇല്ലാതെയാവുക. ഹബീബായ മുഹമ്മദ് നബി, ഇന്നലെ എല്ലാം കൂടി പറയാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസുണ്ട്, ഒരു ഇൽമിന്റെ വേദിയിൽ പോയി ഇരുന്നാൽ അവിടെ മസ്ലഹത്ത് ലഭിക്കാതെയാവുക. ആ ഇൽമിന്റെ വേദിയിൽ നിന്ന് മഫ്സദത്തും കൊണ്ട് മടങ്ങിപ്പോരുക, ഫസാദും കൊണ്ട് മടങ്ങിപ്പോരൽ ഖിയാമത്ത് നാളിന്റെ തലേന്നാളെന്ന് മുഹമ്മദ് നബി. നിങ്ങൾ ഇരുന്ന് ചിന്തിക്കുക, അതൊക്കെ എന്താ ഈ പറഞ്ഞത്? ഓരോരുത്തരും ഇരുന്ന് ആലോചിക്കുക, വേറൊരാളെയും കുറ്റം പറയണ്ട. ഓരോ വാക്ക് പറയുമ്പോഴും അവനവന്റെ നെഞ്ചത്തൊന്ന് കൈവച്ച് നോക്കുക, അവനവന്റെ നെഞ്ചിലേക്ക് കൈ ചൂണ്ടുക. മറ്റൊരാളിലേക്ക് ചൂണ്ടുകയല്ല വേണ്ടത്, സ്വത്വത്തിലേക്ക്, സ്വന്തത്തിലേക്ക് കൈ ചൂണ്ടി നിൽക്കുക. ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങാടിയിലിറങ്ങിയാൽ, നാട്ടിലിറങ്ങിയാൽ രക്ഷയില്ല, ആ കൂട്ടത്തിൽ കൂടിപ്പോകും, പറഞ്ഞു പോകും. അതുകൊണ്ട് യഫിറു ബിദീനിഹി, നേരം വെളുത്താൽ കുറച്ച് ആടുകളെ കിട്ടുകയാണെങ്കിൽ ആ ആടുകളെയും കൊണ്ട് അങ്ങനെ യഫിറു ബിദീനിഹി, സ്വന്തം മതവും കൊണ്ട് ശഗ്ഫൽ ജിബാൽ, പർവ്വതത്തിന്റെ ഉച്ചികളിലേക്ക് കയറിപ്പോകലാകും. അന്ന് മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യം നന്മയിൽ നിന്ന് ഒളിച്ചോടുക എന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണമായ സാഹചര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടണമെന്നല്ല ഈ പറയുന്നത്. സാധാരണക്കാരായ പല ആളുകളും തിന്മയിലെ എതിർക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരിക, തിന്മ സമൂഹത്തെ മുച്ചൂട് മൂടി നിൽക്കുക. ഒരിക്കലും തിന്മയെ എതിർക്കാൻ കഴിയില്ല. എന്നാൽ പിന്നെ തിന്മയോട് സഹകരിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ നല്ലത്, ഇന്നലെ ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് പറഞ്ഞു തന്നു, യസ്തഗ്ഫി ഫീഹിമുൽ മുഅ്മിനു കമാ യസ്തഗ്ഫിൽ മുനാഫിഖു ഫീകും. ഓർമ്മല്ലേ? ഇന്നലെ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ടല്ലോ. അക്കാലഘട്ടത്തിൽ സത്യവിശ്വാസികളായ ആളുകൾ ഇക്കാലത്തെ മുനാഫിക്കുകളെ പോലെ ആയിത്തീരും. മദീനയിലെ മുനാഫിക്കുകൾ ഒളിച്ചും പാർത്തുമായിരുന്നു ജീവിച്ചിരുന്നത്. അക്കാലഘട്ടത്തിൽ സത്യവിശ്വാസികൾ ഒളിച്ചും പാർത്തും ജീവിച്ചു കൊണ്ടിരിക്കുക. 50 ആളുകൾ ഒരു പള്ളിയിൽ നിസ്കരിക്കുക, ഒരാളെ നിസ്കാരം പോലും അല്ലാഹു സ്വീകരിക്കാതിരിക്കുക. ലാ തുഖ്ബലു ഫീഹിം സ്വലാത്തു വഹദിൻ, ഒരാളെ നിസ്കാരം പോലും അല്ലാഹു സ്വീകരിക്കുന്ന സാധ്യതയില്ലാതെയാവുക എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വേറെ ഹദീസ് കേട്ടു, നോക്കൂ. قال رسول الله صلى الله عليه وسلم عن ابي هريره رضي الله عنه قال قال رسول الله صحيح مسلم. ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാദിറു ബിൽ അഅമാലി ഫിതനൻ കഖിതാഇൽ ലൈലിൽ മുള്ളിം യുസ്ബിഹു الرجل مؤمنا ويمسي كافرا يمسي مؤمنا ويصبح كافرا يبيع دينه بعرض من الدنيا. ഒരു കാലഘട്ടം വരിക, അൻ അബീ ഹുറൈറ ഖാല ഖാല റസൂലുള്ളാഹി
സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം. ശരിക്ക് ശ്രദ്ധിക്കുക, ഈ ഹദീസുകളൊക്കെ എല്ലാവരും ഇത് പഠിച്ചു വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയതാ, ബദ്റു ബിൽ അഅമാലി ഫിതനൻ, ഫിത്നകൾ വരുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് നന്മ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. എത്രയും നാളേക്ക് കാത്തു നിൽക്കേണ്ടതില്ല, നാളെ നന്മ ചെയ്യാൻ കഴിയില്ല. ഏറ്റവും ചുരുങ്ങിയ നമുക്കറിയാമല്ലോ, നോക്കും ഇറാഖിനെ പോലെ ഒരു അധിനിവേശത്തിന്റെ മണ്ണ് വന്നാൽ ജമാഅത്തിന് പള്ളിയിൽ പോലും പോകാൻ കഴിയാത്ത സാഹചര്യം വരും. എന്താ മലയാളത്തിൽ അങ്ങനെ വന്നുകൂടെ? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്ത് മുഴുവനും സാമ്രാജ്യത്വത്തിന്റെ അധീശാധികാര ശക്തികൾ ഒരു തരം സാമ്പത്തിക അടിമത്തം എന്നോ നിർമ്മിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ആ സാമ്പത്തിക അടിമത്തത്തിലൂടെ അവർ ഒരു തരം സാംസ്കാരിക അടിമത്തവും പിന്നീട് ശാരീരികമായ അടിമത്തത്തിലേക്കും അന്ന് മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളെയും അവർ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ ആരാധിക്കണമെങ്കിലും അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം. നിസ്കാരം കഴിയുമ്പോൾ അള്ളാഹുവിനോട് പറയുന്ന അസ്സലാമു അലൈക്കും, അള്ളാഹുവേ സമാധാനം വേണം. അടുത്തൊരു നിസ്കാരം നടക്കണമെങ്കിലും സമാധാനം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസുണ്ട്, ഇക്കൊല്ലം അത് പറഞ്ഞ ആ വിഷയം പറയാൻ കഴിയില്ല, കൂട്ടത്തിൽ പറയട്ടെ. സമാധാനമില്ലാത്ത ഒരു കാലഘട്ടം വരികയും എൻ്റെ മിമ്പറിന്റെ മുകളിൽ കയറി നിന്ന് കുറുക്കൻ ഓരിയിടുകയും എൻ്റെ പള്ളിയിൽ ജമാഅത്ത് നടക്കാതിരിക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് നബി. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും. മദീന പള്ളിയിൽ ഓരോ ജമാഅത്തിനും ലക്ഷക്കണക്കായ മുസ്ലിമീങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മദീന പള്ളിയിൽ മിമ്പറിന്റെ മിമ്പറിന്റെ മുകളിൽ കയറി നിൽക്കുക കുറുനരികളും ചെന്നായ്ക്കളും കുറുനരികളും അതേപോലെ കുറുക്കന്മാരും മദീന പള്ളിയിൽ എൻ്റെ മെഹ്റാബിന്റെ മുകളിൽ, ഈ പള്ളിയിലെ മെഹ്റാബിന്റെ മുകളിൽ കയറി നിന്ന് ഓരിയിടുന്ന കാലഘട്ടം വരും. ഒരാൾ പോലും അന്ന് ഈ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരില്ലെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സമാധാനമില്ലാതെ ഒരു കാര്യം നടക്കും. ഖിയാമത്ത് നാളിന്റെ ലക്ഷണം സമാധാനം നഷ്ടപ്പെട്ടു പോകലാണ്. പോയി കഴിഞ്ഞു സമാധാനം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് കാണുന്നുണ്ട്, ഇദാ അസ്സറ അബ്ദുൻ ലി ദുനിയാഹു അലാ ആഖിറതിഹി ഫബസത്തു അലൈഹി ഹുമൂമഹു വസനീഅതഹു. എൻ്റെ സമുദായത്തിൽ എൻ്റെ വിശ്വാസികളായ ആളുകൾ, മുസ്ലിമീങ്ങൾ, ദുനിയാഹു അലാ ആഖിറതിഹി, ഇദാ അസ്സറ അബ്ദുൻ ലി ദുനിയാഹു അലാ ആഖിറതിഹി, ഭൗതികമായ കാര്യത്തിന് അള്ളാഹുവിന്റെ പാരത്രിക ലോകത്തേക്കാൾ സ്ഥാനം നൽകുക. ഞാൻ നിങ്ങളോട് മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നേരം വെളുക്കുമ്പോൾ ഒരാൾ എണീറ്റിട്ട് രാത്രി കിടക്കുന്നത് വരെയുള്ള അയാളുടെ വാക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യണം. കൂടുതൽ വാക്കുകളും അള്ളാഹുവിന് വേണ്ടി അല്ലാതെ പറഞ്ഞാൽ അയാൾക്ക് നരകമുണ്ടാകുമെന്ന സൂചന വിശുദ്ധ ഖുർആൻ. വമിനന്നാസ് യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തിദ് ദുനിയ വയുഷ്ഹിദുല്ലാഹു അലാ മാ ഫീ ഖൽബിഹി വഹുവ അലദ്ദുൽ ഖിസ്വാം وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل والله لا يحب الفساد وإذا قيل له اتق الله أخذته العزة بالإثم فحسبه جهنم ولبئس المهاد ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നുണ്ട്, വമിനന്നാസ്, മനുഷ്യരിൽ ചില ആളുകളുണ്ട്, യുഅ്ജിബുക ഖൗലുഹു, അവന്റെ വാക്ക് എപ്പോഴും നിന്നെ അത്ഭുതപ്പെടുത്തും. ഫിൽ ഹയാത്തിദ് ദുനിയ, ഹയാത്തുദ് ദുനിയ എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ കാര്യം പറയാനല്ല ഉദ്ദേശം, ദുനിയാവ് ആവുക എന്നതാണ്. കാര്യം ഒരുപക്ഷെ ദുനിയാവാകും, അല്ലെങ്കിൽ ആഖിറമാകും. ആഖിറത്തിന്റെ വാക്കുകൾ പറയും, മനുഷ്യൻ ലക്ഷ്യം ദുനിയാവാകും. ദുനിയാവിന്റെ വാക്ക് പറയാം ആഖിറത്തിന് വേണ്ടി. ഒരാൾ നന്മ ചെയ്തു, ഒരാളുടെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി, നന്മക്ക് വേണ്ടി ഒരു സാമൂഹിക സേവനം ചെയ്തു. അള്ളാഹുവിന്റെ കാര്യം അദ്ദേഹം ഉദ്ദേശിച്ചാൽ അള്ളാഹു സ്വർഗം കൊടുത്തും, അത് ഉഖ്റവിയായ കാര്യമാണ്.
എന്നാൽ മതപരമായ കാര്യം തന്നെ ഒരാൾക്ക് ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി പറയാമല്ലോ, അങ്ങനെ പറയുമല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത്, ഏറ്റവും വലിയ സമൂഹത്തെ നന്നാക്കാൻ കഴിയുന്ന പണ്ഡിതന്മാർ ഉലമാഉഹും ശർറു മൻ തഹത അദീമിസ് സമാ, ആകാശത്തിന്റെ ചുവട്ടിലെ നികൃഷ്ട ജീവികൾ പണ്ഡിതന്മാരാവുന്ന ഒരു കാലഘട്ടം മൊത്തമില്ലെങ്കിലും, മൊത്തമുണ്ടാവില്ല, മൊത്തമുണ്ടായാൽ ഖിയാമത്ത് നാൾ സംഭവിക്കും. മൊത്തം എന്നല്ല, ചില ആളുകൾ അങ്ങനെ ധരിക്കാറുണ്ട്, മൊത്തം അങ്ങനെയല്ല. ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, സത്യത്തിന്റെ മുകളിൽ എപ്പോഴും ഉണ്ടാകും ഒരു സമൂഹം ഉണ്ടാകും, അവരിൽ ഒന്നാമത് ഉലമാ തന്നെയാണെന്ന് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ഡിതന്മാർ പോലും ആകാശത്തിന്റെ ചുവട്ടിലെ നികൃഷ്ട ജീവികളാകുന്ന കാലം വരിക. എപ്പോഴും ഭൗതികമായ കാര്യം പറയുക, ചിന്തിക്കുക. ചിന്തിക്കണം, അങ്ങനെ ഒരു സമൂഹം വളർന്നു വന്നാൽ ബസ്സത്തു അലൈഹി ഹുമൂമഹു, അവരെ പെരടിയിൽ ഞാൻ ഹമ്മ് വെച്ച് കൊടുക്കുന്ന, ഹമ്മിന് ഇംഗ്ലീഷിൽ അർത്ഥം പറഞ്ഞാൽ നമ്മൾ മലയാളീകരിച്ചൊരു വാക്കുണ്ട്, ടെൻഷൻ. ABCD അറിയാത്ത ആളുകൾക്കും ടെൻഷൻ എന്ന് പറയാൻ. ഹമ്മിന് നേരെ മലയാളം ടെൻഷൻ. ഫിറ്റായ വാക്ക് മലയാളത്തിൽ മാനസിക വിഷമം എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഇത് പറയലാ നല്ലതെന്ന് എനിക്ക് തോന്നാതെ ഏത് വല്യമ്മക്കും അറിയാവുന്ന ഒരു വാക്കാണ് ഇപ്പോൾ ടെൻഷൻ. അപ്പൊ അവസാന കാലഘട്ടത്തിന്റെ ഉൽപ്പന്നം മനുഷ്യർക്ക് ലഭിക്കുന്ന ലാഭം ടെൻഷനാകുമെന്ന് മുഹമ്മദ് നബി. ടെൻഷൻ തന്നെയല്ലേ മോളെ, കുട്ടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ടെൻഷൻ, കുട്ടികൾ ഉണ്ടായാൽ അതിലും വലിയ ടെൻഷൻ. ടെൻഷൻ തന്നെ. കുട്ടികളുണ്ടായി പെൺകുട്ടിയാണെങ്കിൽ അതിനെ കെട്ടിച്ചിട്ടില്ലെങ്കിൽ ടെൻഷൻ, കെട്ടിച്ചാൽ ടെൻഷനോട്ട് പറയും വേണ്ട, ടെൻഷനോട്ട് ടെൻഷനാണ്. മരിക്കുന്നവരെ, വാപ്പ മരിക്കുന്നവരെ ടെൻഷനാണ്. ഇത് തന്നെയായിരിക്കും ഏത് മനുഷ്യന്റെ ടെൻഷൻ തീരുമെന്ന് കരുതണ്ട, ഇത് രോഗമാണ്. എങ്ങനെ ഈ രോഗം ലഭിച്ചു? ഇതാ അസ്റ അബ്ദുൻ ലി ദുനിയാഹു അലാ ആഖിറതിഹി, അവന്റെ ഭൗതികമായ താല്പര്യം അഭൗതികമായ ഉഖ്റവിയായ പാരത്രികമായ ശാശ്വതമായ ലോകത്തിന്റെ താല്പര്യത്തെക്കാൾ ഈ ഭൗതികവും ക്ഷണികവുമായ ഈ പാറ്റയുടെ ആയുസ്സുള്ള ഈ ലോകം, അങ്ങനെയാണല്ലോ ഈ ലോകത്ത് പല ആളുകളും കഴിഞ്ഞു പോയി. ഞാനൊക്കെ വരുന്ന കാലത്ത്, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പത്രകോളങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത് ഇന്ദിരാഗാന്ധി എന്ന സ്ത്രീയായിരുന്നു. എവിടെ പോയി അവർ? ഇബ്തലാഹുൽ അർളു, ഭൂമി അവരെയും വിഴുങ്ങിക്കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം നാം ചിന്തിക്കണം. അപ്പൊ എല്ലാവരെയും ഭൂമി വിഴുങ്ങുകയാണ്. ഒരു കാലത്ത് വർത്തമാനവും പ്രസന്റുമായവർ ഇന്ന് ചരിത്രമാണ്. ഇന്ന് നമ്മൾ പ്രസന്റ് ആണെങ്കിൽ നാളെ നമ്മൾ ചരിത്രമാണ്. അപ്പൊ എല്ലാവരും ചിന്തിക്കണം, ഈ ലോകം വളരെ ക്ഷണികമാണ്, ഈ ലോകം വളരെ നിസാരമാണ്. ഇത് പാറ്റയെ പോലെയാണ്, ഇത് വളരെ നിസാരമാണ്, ഇത് വളരെ ക്ഷണികമാണ്. കല്ലംഹിൽ ബസ്വരി, ഇമ വെട്ടുന്നത് പോലെയാണ്. കോടാന 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 കൊല്ലങ്ങളായി അല്ലാഹു പ്രപഞ്ചാണ്ട ഘടാഹങ്ങളെ പടച്ചു വച്ചതിൽ വളരെ പരിമിതമായ സമയം മാത്രമാണ് അള്ളാഹു നമുക്ക് നൽകിയത്. 60 or 70 വയസ്സ് മുഹമ്മദ് നബി, അതുതന്നെ ലഭിക്കില്ല എന്നാ ഇന്നലെ നമ്മൾ പറഞ്ഞത്. പെട്ടെന്നുള്ള അറ്റാക്ക് പോലെയുള്ള രോഗങ്ങൾ ഖിയാമത്ത് നാളിന്റെ ലക്ഷണമെന്ന് മുഹമ്മദ് നബി. അപ്പൊ മനുഷ്യൻ ചിന്തിക്കണം, മനുഷ്യന് ടെൻഷൻ അധികരിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് വിശ്വാസികളെ ബാദിറു ബിൽ അഅ്മാൽ, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കർമ്മം അള്ളാഹുവിന് വേണ്ടിയുള്ള കർമ്മം ചെയ്തു തീർക്കാൻ നോക്കൂ. രാത്രിയുടെ ഇരുട്ടിന് കട്ടികൂടും പോലെയാണ് ലോകത്ത് നാശങ്ങൾ വരുന്നത്. വളരെ ചിന്തിക്കേണ്ട വാക്കാണ്. സ്വഹീഹ് മുസ്ലിം. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? മനസ്സിലാക്കണില്ലേ? രാത്രിയുടെ ഇരുട്ടിന് കട്ടികൂടുന്നത് പോലെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രാത്രിയുടെ ഇരുട്ടിന്റെ കട്ടി എന്താ ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം? 7 മണിയേക്കാൾ കട്ടിയാണ് 8 മണിക്ക്, 8-നേക്കാളാണ് 9-ന്, 9-നേക്കാളാണ് 10-ന്, 10-നേക്കാളാണ് 11. ഇങ്ങനെ അതാണ് ഈ ലോകത്ത് നമ്മൾ വിചാരിക്കും, നമ്മൾ ജനുവരി 1-ാം തീയതി തലേ ദിവസം നമ്മൾ ഇംഗ്ലീഷുകാർക്കൊരു സ്വഭാവമുണ്ട്, ഇന്നത് നമ്മളെ സ്വഭാവം തന്നെയായി മാറി. എല്ലാവരും സ്വഭാവം നമ്മൾ ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കും. എത്ര ഹാപ്പി ആക്കി പറഞ്ഞിട്ടും കാര്യമില്ല. ലാ യഅതി സമാനുൻ ഇല്ലല്ലദീ ബഅദഹു അശർറു മിൻഹു എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാലത്തിന്റെ ശേഷമുള്ള കാലം അക്കാലത്തെക്കാൾ മോശമാവാതെ ഭവിക്കില്ല എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2000-ത്തേക്കാൾ മോശമാണ് 2001, 2001-നേക്കാൾ മോശമാണ് 2002, 2002-നേക്കാൾ മോശമാണ്. നിങ്ങൾ പറഞ്ഞേക്കൂ 3 സ്വഹീഹുൽ ബുഖാരി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2003-നേക്കാൾ മോശം 2004, 2004-നേക്കാൾ മോശമാണ് 2005, 2006 സുഖമുണ്ടാവുമെന്ന് വിചാരിക്കേണ്ട, ഇതിനേക്കാൾ മോശമായിരിക്കും.
ലാ യഅതി സമാനുൻ ഇല്ലല്ലദീ ബഅദഹു അശർറു മിൻഹു എന്ന് മുഹമ്മദ് നബി. അതുകൊണ്ട് സമൂഹത്തിലെ തെര അടങ്ങിയിട്ട് എനിക്ക് കടലിൽ ഇറങ്ങാമെന്ന് വിചാരിക്കേണ്ട. ബാദിറു, നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് മുഹമ്മദ് നബി. ഈ കൊല്ലം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതൊക്കെ ജ്യോത്സ്യന്മാരെ പിന്നാലെ നടക്കുന്ന ആധുനിക മുശ്രിക്കീങ്ങളായ മുസ്ലിമീങ്ങളുടെ രീതിയാണ്. അങ്ങനെയുണ്ടല്ലോ കുറെ മുസ്ലിമീങ്ങൾ, അവരെല്ലാവരും പല ആളുകളും അവരെയൊക്കെ പിന്നാലെ, പല ആളുകളെയും ഷിർക്കിന്റെ പിന്നാലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ഖദറിനെ ആശ്രയിക്കാതെ ഭൗതികമായ ഷിർക്കിന്റെ പിന്നാലെ പോകുന്ന മനുഷ്യരുടെ വ്യാമോഹം മാത്രമാണ്. ഒരിക്കലും ഇക്കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ രാശി നന്നാവുമെന്ന് വിചാരിക്കേണ്ട. അതൊന്നും നടപ്പില്ല കാര്യമല്ല. ഈ ഒരു കൊല്ലം കഴിഞ്ഞാൽ എല്ലാം നന്നാവുമെന്ന് വിചാരിക്കേണ്ട. നോക്കൂ നിങ്ങൾ, ആഴ്ചയിലാ ദിവസങ്ങളിലാ എത്രയാ, ഒരു മാസത്തിനുള്ളിൽ അമേരിക്ക എത്ര പേര് മാറ്റി. ഒന്ന് കത്രീന ചുഴലിക്കാറ്റ്, പിന്നെ രീത്ര ചുഴലിക്കാറ്റ്, ഇപ്പോ നോക്കൂ നിങ്ങൾ മിൽമ ചുഴലിക്കാറ്റ്. നോക്കൂ നിങ്ങൾ ചിന്തിക്ക് നോക്ക്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താ എത്രയാ കഴിഞ്ഞത് ഒരാഴ്ചക്കുള്ളിൽ. നോക്കൂ നിങ്ങൾ, നല്ല നസറാണി പെണ്ണുങ്ങളുടെ പേരിട്ടിട്ട് അതിനെ മറക്കാൻ ശ്രമിക്കുകയാണ്, വീണത് വിദ്യയാക്കാൻ ശ്രമിക്കുകയാണ്. സത്യത്തിൽ അതൊന്നും അല്ല പറഞ്ഞ, അള്ളാഹുവിന്റെ ശിക്ഷയാണ്. പ്രകൃതിയിൽ ദിവസങ്ങളോളം ഇങ്ങനെയുള്ള നാശങ്ങൾ വരുന്നു. സ്ത്രീകളുടെ പേര് കൊണ്ടുപോയി പോലും സ്ത്രീകളെപ്പോലും ആ സമൂഹം അപകീർത്തിപ്പെടുത്തുന്നു. നോക്കൂ നിങ്ങൾ, വിശ്വാസികളെ ചിന്തിക്കണം. രാവിലെ മുസ്ലിമായാൽ വൈകുന്നേരം വരെ നിലനിൽക്കാൻ അന്ന് കഴിയൂലെന്ന് ഈ ശറഅ കൊണ്ടുവന്ന മുഹമ്മദ് നബി പറഞ്ഞതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കഴിയുന്ന ഒരുത്തം വിചാരിക്കണ്ട. രാവിലെ മുഅ്മിനായ ആൾ യുംസി കാഫിറ, വൈകുന്നേരം കാഫിറായിട്ടുണ്ടാവും. യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ, വൈകുന്നേരം മുഅ്മിനായ ആൾ രാവിലെ കാഫിറായിട്ടുണ്ടാവും. മതപരമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ ചില താല്പര്യത്തിന് വേണ്ടി അവൻ അവന്റെ മതത്തെ വിൽപ്പന നടത്തുമെന്ന് മുഹമ്മദ് നബി. സ്വഹീഹ് മുസ്ലിം ഒരു ഹദീസ് കൂടി കേട്ടോളൂ. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സതകൂനു ഫിതനുൻ, ലോകത്തെ ഫിത്നകൾ ഓരോ ദിവസവും അങ്ങനെ പരക്കും കൂടും. അൽ ഖായിദു ഫീഹാ ഖൈറും മിനൽ ഖായിം, അൽ ഖായിമു ഫീഹാ ഖൈറും മിനൽ മാശി, അൽ മാശി ഫീഹാ ഖൈറും മിനസ് സാഇ. ഇനി ഒരു കാലഘട്ടം വരും, അൽ ഖായിദു ഫീഹാ, ശ്രദ്ധിക്കണേ, ഫിത്നകളുടെ ഒരു ലോകം ഉണ്ടാവും. വളരെ നമ്മുടെ ധർമ്മ ഉത്തരവാദിത്വം. ഇന്ന് സമൂഹം ഫിത്നയിലേക്ക് ചാടുകയാ. മനുഷ്യന്മാർ ഫിത്ന ഉണ്ടാക്കുക. റമളാൻ മാസത്തിൽ വരെ ഫിത്നയുണ്ടാക്കുന്ന താല്പര്യത്തിലായി ഇപ്പൊ മുസ്ലിമീങ്ങൾ. ആവശ്യമില്ലാത്ത ചർച്ചകൾ ഉണ്ടാക്കുക. അള്ളാഹുവിന് വേണ്ടി പിശാചിനെ വരെ അള്ളാഹു തആല കെട്ടിയിട്ടു എന്ന് പറയുന്ന മാസം പോലും ഷണ്ട കൂടാതിരിക്കാൻ നോക്കൂ നിങ്ങൾ. ഈ അടുത്ത ഈ റമളാൻ മാസത്തിൽ മുസ്ലിമീങ്ങളുടേതായി വന്ന ചില വാർത്തകൾ, പണ്ഡിതന്മാരോടേത് എന്ന് പോലും വന്നുപോയ ചില വാർത്തകളുടെ അടിസ്ഥാനപരമായ വാർത്തകൾ, സമൂഹത്തിലെ ചില വിധ്വംസകവാദികൾ തിന്മകൾ പറയുമ്പോൾ സാക്ഷാൽ പണ്ഡിതന്മാർക്ക് പ്രതികരിക്കാതിരിക്കാൻ നിർവാഹം ഉണ്ടാവില്ല. എങ്കിൽ അടിസ്ഥാനപരമായ അതിൻ്റെയൊക്കെ കാര്യം അനാവശ്യമായ ചില പ്രൊപ്പഗണ്ടകൾ മാത്രമാണ്, ഒന്നുമില്ല എൻ്റെ പിന്നിൽ. റമളാൻ പോലും മനുഷ്യൻ പരസ്പരം തല്ലുകൂടാൻ ഉപയോഗിക്കുക. റമളാൻ പോലും അള്ളാഹുവിന് വേണ്ടിയല്ലാതെ സ്വന്തം പാർട്ടിക്ക് വേണ്ടിയും സ്വന്തം സംഘടനയ്ക്ക് വേണ്ടിയും മനുഷ്യൻ ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ അൽ ഖായിദു ഫീഹാ ഖൈറും മിനൽ ഖായിം, അൽ ഖായിമു ഫീഹാ ഖൈറും മിനൽ മാശി. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. അന്ന് ഇരിക്കുന്ന ആള് നിൽക്കുന്ന ആളെക്കാൾ നല്ലവനായിരിക്കും. ചിന്തിച്ചാവോ നിങ്ങൾ ഈ പറഞ്ഞത്? ഇത് കേവലം ഒരു പ്രയോഗമാണ്. അന്ന് ഇരിക്കുന്ന ആൾ നിൽക്കുന്നവനേക്കാൾ നല്ലവൻ. അൽ ഖായിദു ഫിഹാ, അക്കാലത്ത് ഇരിക്കുന്നവൻ ഖൈറും മിനൽ ഖായിമി, നിൽക്കുന്നവനേക്കാൾ നല്ലവനാണ്. വൽ ഖായിമു ഫിഹാ, അന്ന് നിൽക്കുന്നവൻ ഖൈറും മിനൽ മാശി, നടക്കുന്നവനേക്കാൾ നല്ലവനാണ്. വൽ മാശി ഫിഹാ, അക്കാലത്ത് നടക്കുന്നവൻ ഖൈറും മിനസ് സാഇ, ഓടുന്നവനേക്കാൾ നല്ലവനാണ്. അതായത് സമൂഹത്തിൽ നോക്കൂ നിങ്ങൾ, ഒരാള് ഇരുന്നാല് കുറച്ച് ദൂരം കാണും, നിന്നാലോ ഒന്നും കൂടെ കാണും, നടന്നാൽ കുറച്ചുകൂടെ കാണും, ഓടിയാലോ. അപ്പൊ പരമാവധി സ്വന്തം സ്വത്വം നന്നാക്കാനാണെന്ന് ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. മുഹമ്മദ് നബി അല്ലാതെ ഇരിക്കണം എന്നല്ല പറഞ്ഞ വാക്കിന്റെ താല്പര്യം.
ഇതിപ്പോ നമ്മൾ നന്നാവണമെന്ന താല്പര്യമില്ല. എല്ലാവർക്കും ഉള്ള വയറിളക്കം മറ്റുള്ളവർ നന്നാവാത്തത് കൊണ്ടാ. എല്ലാവരും ഇപ്പൊ എന്റെ കാര്യം തന്നെ പറയാ, എല്ലാരും ധാരണ അങ്ങനെയാ. ദുനിയാവൊക്കെ നന്നാവാത്തത് കൊണ്ട്, മനുഷ്യന്മാർ നന്നാവാത്തത് കൊണ്ട് ലോകം നാശമായി. എല്ലാരും അങ്ങനെയാ വിചാരിക്കുന്നത്. മൊത്തത്തിൽ എല്ലാവരും മുമ്പ് കാട്ടിലേക്ക് യാത്ര പോയ ആളുകൾ, ഓരോരുത്തരും കാട്ടിലേക്ക് യാത്ര പോയ 10 ആളുകൾ എണ്ണി നോക്കിയപ്പോൾ ഓരോ കടമ്പയിലും എണ്ണിയപ്പോൾ 9 ആൾ മാത്രമേ എണ്ണത്തിൽ ലഭിച്ചുള്ളൂ എന്നാണ് ഒരു കഥ. കടങ്കഥയാണെങ്കിലും അതിലൊരു മെസ്സേജ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓരോരുത്തരും എണ്ണിയപ്പോഴും അവനവനെ കൂട്ടിയില്ല. ഇങ്ങനെയുള്ള എണ്ണങ്ങളാണെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത്. ആരും എന്നെ കൂട്ടുന്നില്ല. ഞാൻ മനുഷ്യന്മാർ നന്നായാൽ ലോകം നന്നാവുന്നു ഞാൻ പറഞ്ഞാൽ എൻ്റെ മയന ഞാനല്ലാത്ത ആളുകൾ, നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളല്ലാത്ത ആളുകൾ. മുഹമ്മദ് നബി എല്ലാരും വീട്ടിലിരിക്കണമെന്നല്ല, സ്വന്തം സ്വത്വത്തിന്റെ തിന്മയിലേക്ക് നോക്കണം. മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് മുമ്പ് തന്നെ കുറിച്ച് മനസ്സിലാക്കണം. അള്ളാഹു പുറത്തു കൊടുത്താലും പൊറുക്കാത്ത മനുഷ്യരാണ് ഇന്ന് ഈ ഭൂമിയിൽ വിലസുന്നത്. ചില തിന്മകൾ ഒരു പക്ഷേ അള്ളാഹു പുറത്തിരിക്കാം എത്രയോ മുമ്പ്. തിന്മ മനുഷ്യർ ചെയ്യും, സ്വാഭാവികമാണ്. മറവി എന്നത് മനുഷ്യനുള്ളതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ഒരു കാര്യമാണ്. മനുഷ്യൻ തിന്മ ചെയ്യും, അള്ളാഹുവിലേക്ക് മടങ്ങുകയും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൽ നിന്ന് ഓടിപ്പോയ ആളുകൾ അള്ളാഹുവിലേക്ക് മടങ്ങി വരുമ്പോൾ യാത്രക്കാരന് നഷ്ടപ്പെട്ടു പോയ വാഹനം തിരിച്ചു ലഭിക്കുന്നത് പോലെയാണെന്ന് മുഹമ്മദ് നബി. എന്നാൽ അള്ളാഹു പുറത്തിരിക്കും. തൗബ ചെയ്താൽ അള്ളാഹു പൊറുക്കും. മനുഷ്യനോ പൊറുക്കില്ല. മനുഷ്യൻ അവന്റെ നാവ് കൊണ്ട് മറ്റുള്ളവരുടെ കുറ്റവും കുറവും ആക്രമിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള കാലഘട്ടത്തിന്റെ നാവിന്റെ ഫിത്നയിലേക്ക് ഇറങ്ങരുത്. സമൂഹത്തിന്റെ പരസ്പരം കടുത്തെറുക്കാൻ വേണ്ടി കോപ്പ് കൂട്ടുന്ന കാലഘട്ടം. അൽ ഖായിദു ഫീഹാ ഖൈറും മിനൽ ഖായിം വൽ ഖായിമു ഫീഹാ ഖൈറും മിനൽ മാശി വൽ മാശി ഫീഹാ ഖൈറും മിനസ് സാഇ. അങ്ങനെയുള്ള ഒരു കാലഘട്ടം വരുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരിയുടെ ഒരു ഹദീത്ത് കൂടി കേട്ടോളൂ, നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കയറാം. എനിക്ക് ഈ ഹദീത്ത് പറഞ്ഞിട്ട് മടി വരുന്നില്ല. ഓരോ ഹദീത്ത് ഒന്നിനൊന്ന് നമ്മുടെ ഈ കണ്ഠനാടിക്ക് പിടിക്കുകയാണ് മുഹമ്മദ് നബി. ഒരു ഹദീത്ത് കേട്ടോളൂ, എന്താ പറഞ്ഞെന്ന്. സ്വഹീഹുൽ ബുഖാരി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമുസ് സാഅ ഹത്താ യമറ അർ-റജുലു ബിഖബരി അർ-റജുലി ഫയഖൂലു യാ ലൈതനി മകാന ഹാദാ. ഒരു ഖിയാമത്ത് നാളിന്റെ തലേന്നാളുള്ള വർഷത്തിന്റെ അവസ്ഥ പറയുകയാണ്. യമറു അർ-റജുലു ബിഖബരി അർ-റജുലി, ഒരാൾ ഒരു ശ്മശാന ഭൂമിയിലൂടെ നടന്നു പോകും. യമറു അർ-റജുലു ബിഖബരി അർ-റജുലി, ഒരാൾ ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ഫയഖൂലു, അയാൾ പറയും, ആത്മകഥം ചെയ്യും, സ്വയം പറയും, യാ ലൈതനി മകാന ഹാദാ, ഇതിന്റെ ഉള്ളിലുള്ള ആൾ ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. നിങ്ങൾക്ക് മനസ്സിലായോ ആവോ എന്താ പറഞ്ഞത്? അഥവാ അന്ന് മനുഷ്യർക്ക്, കാരണം ഭൂമിയിൽ അന്ന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. ഒരു മഹാന്റെ ഖബറിടത്തിൽ സ്വാലിഹീങ്ങളായ ആളുകളുടെ ശ്മശാനത്തിലൂടെ സ്വാലിഹീങ്ങൾ മരിച്ചു കിടക്കുന്ന നമ്മളെക്കാൾ നല്ല കാലഘട്ടവും നല്ല സമൂഹവും അള്ളാഹുവിന്റെ ഈമാൻ സംരക്ഷിക്കാൻ എല്ലാവിധ സാധ്യതകളും ഉണ്ടായ ഒരു കാലഘട്ടം. അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയും പരിമിതമായ വിജ്ഞാനവും പരിമിതമായ സമൂഹവും നന്മയും ലോകത്ത് നന്മ മാത്രം ചെയ്യാൻ അറിഞ്ഞിരുന്ന നമ്മുടെയൊക്കെ മുൻഗാമികൾ, നമ്മുടെ ഉപ്പമാർ, നമ്മുടെ വല്യുപ്പമാർ, നമ്മുടെ വല്യുമ്മമാർ. എന്തിനാ പറയുന്നത് നോക്കൂ. എത്രയോ ഹദീസ്, ആയിരക്കണക്കായ ഹദീസ് ഞാൻ പഠിച്ചു. ഒരു ഹദീസ് പോലും അറിയാത്ത എൻ്റെ വല്യുപ്പയുടെ സൗഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് ഈ പുരുഷാരത്തെ നോക്കിയിട്ട് ഞാൻ ആണയിട്ട് പറയുന്നു. ഒരു ഹദീസ് പോലും എൻ്റെ വല്യുപ്പാക്കറിയില്ലായിരുന്നു. എന്നാൽ അത്ര വലിയ നല്ല മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ മഹാൻ എൻ്റെ വല്യുപ്പയാണ്. അള്ളാഹു തആല തൗഫീഖ് പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നിങ്ങൾ തന്നെ ചിന്തിക്കും, നിങ്ങളൊക്കെ വല്യപ്പമാരങ്ങനെ, നിങ്ങളെയൊക്കെ ബാപ്പമാര്, വല്യപ്പമാർ, ഉളൂ ഇല്ലാത്ത നടക്കാതെ മനുഷ്യന്മാർ. എൻ്റെ വല്യപ്പാക്ക് ഉറക്കല്ലാത്ത നേരത്ത് മുഴുവൻ ഒതുണ്ട്. നല്ല മനുഷ്യനെ ഖുർആൻ ഓതിയിരുന്നു. സമയം ഓതി ഓതി ഖുർആൻ അക്ഷരം മാത്രം പഠിച്ച മനുഷ്യൻ ഓതി ഓതി ഖുർആൻ മനഃപ്പാടമായിരുന്നു. പരിമിതമായ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇല്ല, പക്ഷെ അമലുണ്ട്. ഇന്നെനിക്ക് ആയിരക്കണക്കായ ഹദീസുകൾ അറിയാം.
പക്ഷേ അതിൻ്റെ 1000-ൽ 1 അംശം ഈമാന്റെ പ്രസരിപ്പ് എൻ്റെ കൽബിലില്ല എന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരും നമ്മുടെ കാലഘട്ടത്തിൻ്റെ രീതിയും സ്വഭാവം. അതുകൊണ്ട് ആ മനുഷ്യന്റെ ഖബറിന്റെ അരികിൽ പോയി നിൽക്കുമ്പോൾ ഒരു ബോധമുള്ളവനാണെങ്കിൽ എനിക്ക് തോന്നും, എൻ്റെ വല്യപ്പ പേരക്കുട്ടിയും ഞാൻ വല്യപ്പയുമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. യമറു ബിഖബരി റജുലി ഫയഖൂലു യാ ലൈതനി മകാന ഹാദാ. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, ഹബീബായ റസൂലുള്ളാഹി. ശ്രദ്ധിക്കുക, മുസ്തഫ നബി പറയുന്നുണ്ട്, അബൂദാവൂദ് രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, അൻ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി ഇന്ന ഉമ്മതകും ഹാദിഹി ജുഇല ആഫിയതുഹാ ഫീ അവ്വലിഹാ. ഈ സമൂഹത്തിന്റെ സാമൂഹികമായ ആരോഗ്യം ആദ്യകാലത്താണ്. വയുസീബു ആഖിറുഹാ ബലാഉൻ വഉമൂറുൻ തുൻകിറൂനഹാ. നിങ്ങൾ വെറുത്തുകൊണ്ടിരിക്കുന്ന നാശനഷ്ടങ്ങൾ അവസാന കാലഘട്ടത്തിൽ വരും. വതജീഉ ഫീ ഫിത്ന, ഫിത്ന വരും. ഫയതറഖഖു ഫയുറഖഖു ബഅലുഹാ ബഅലാ. മുസ്ലിമീങ്ങൾ തമ്മിൽ അടിമകളാക്കും അന്ന്. നിങ്ങൾ ഇതൊക്കെ ചിന്തിക്കണം. ഞാൻ വരുന്ന വിഷയം നിങ്ങൾക്കറിയാം. അറബ് ലോകത്ത് സംഭവിച്ചു പോയ അപജയങ്ങളാണ് ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുന്ന ഹദീസുകളിൽ 3/4 ഭാഗവും കാണും. അറബ് ലോകത്ത് അപജയം സംഭവിച്ചു പോകുമ്പോൾ അത് വലിയ ഒരു നാശമാണ്. അത് ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു. അറബ് സമൂഹങ്ങൾ ഒരു വിഭാഗം ആളുകൾ, മുസ്ലിമീങ്ങൾ തന്നെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ അടിമകളാക്കി പിടിക്കും. തജീഉൽ ഫിത്നതു ഫയഖൂലുൽ മുഅ്മിൻ. ഒരു ഫിത്ന വരുമ്പോൾ വിചാരിക്കും, ഹാദിഹി മുഹ്ലികതി, ഇതെന്റെ നാശമാണെന്ന് വിചാരിച്ചു പോകും. ഫസുമ്മ തൻകശിഫ്, പിന്നെ ആ ഫിത്ന അടയും. എന്നാൽ അതോട് കൂടെ കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോ വതജീഉ ഫിത്നതുൻ സാനിയാ. ഒരു ഫിത്ന കഴിയുമ്പോഴത്തേനും മറ്റൊരു ഫിത്ന വരും. ഫിത്ന അവസാനിക്കുന്ന സമൂഹമുണ്ടാവില്ല. അറബ് ലോകത്ത് ഉയർത്തപ്പെട്ട വാള് ബഹുമാനപ്പെട്ട ഈസ നബിയുടെ കാലഘട്ടത്തിലല്ലാതെ താഴ്ത്തി വെക്കുകയില്ലെന്ന് മുഹമ്മദ് നബി. ഇവിടേക്ക് നമ്മൾ വരുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്കണം. അറബികൾക്ക് നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കണം. അറബികളല്ലേ മുഹമ്മദ് നബി? ചെറിയ തമാശയല്ല. അറബ് ലോകത്തിന് പ്രത്യേകതയുണ്ട്. കാരണം ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലാണ്. ഈ ഉമ്മത്തിന്റെ നേതൃത്വമായി അള്ളാഹു നിശ്ചയിച്ചത് അവരെയാണ്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ്. അള്ളാഹുവിന്റെ ദീനിന്റെ സാക്ഷികളാണ് അറബികൾ. ആ അറബ് ലോകത്തിന് നാശം സംഭവിക്കുക, അറബ് ലോകത്തിന് സാംസ്കാരികമായ അപജയം സംഭവിക്കുക. ഹബീബായ നബി പറഞ്ഞു, ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസ് കാണാൻ, അൻ ഉമ്മി ഹബീബത റളിയല്ലാഹു അൻഹാ ഖാലത്. ഉമ്മു ഹബീബ ബീവി പറയുകയാണ്, അറിയില്ല, ഉമ്മു ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ്. അല്ലാഹു തആല മഹ്ശറയിൽ അവരുടെയൊക്കെ കൂടെ നിൽക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അൻ ഉമ്മി ഹബീബത ഖാലത് ഇസ്തൈഖള നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ വീട്ടിൽ എൻ്റെ കിടപ്പറയുടെ നാളിൽ, എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ എൻ്റെ കിടപ്പറ പങ്കിടുന്ന നാളിൽ, എൻ്റെ വീട്ടിൽ താമസിക്കുന്ന നാളിൽ കിടന്നുറങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തൈഖള മിനൻ നൗമി, ഉറക്കിൽ നിന്ന് പെട്ടെന്നൊന്ന് ഉണർന്നു. വഹുവ മുഹ്മറുൻ വജ്ഹുഹു, സ്വഹീഹുൽ ബുഖാരി. മുഖമൊക്കെ അങ്ങോട്ട് ചുവന്ന് തുടുത്തിട്ടുണ്ട്, എന്തോ പേടിച്ചിട്ടുണ്ട്, നാശത്തെ അഭിമുഖീകരിക്കുന്നത് പോലെയാണ്. എന്നിട്ട് യഖൂലു, അവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബിയെ, എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, വൈലുൽ ലിൽ അറബി, വൈലുൽ ലിൽ അറബി മിൻ ശർരിൻ ഖദ് ഇഖ്തറബാ. വൈലുൽ ലിൽ അറബി, അറബികൾക്ക് നാശം വന്നു. മിൻ ശർരിൻ ഖദ് ഇഖ്തറബാ, ഞാൻ പോകുന്നതോട് കൂടെ തുടങ്ങുന്നു. മിൻ ശർരിൻ ഖദ് ഇഖ്തറബാ, അറബികൾക്കുള്ള നാശം അടുത്തു കഴിഞ്ഞു എന്ന് മുഹമ്മദ് നബി. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരിയാണ് ഈ ഹദീസ് രേഖപ്പെടുത്തിയത്. വളരെ നമ്മൾ ചിന്തിക്കണം. ഈ ഉമ്മത്തിന്റെ സാംസ്കാരികമായ, ഈ ഉമ്മത്തിന്റെ എല്ലാ മാർഗത്തിലുമുള്ള ഈ ഉമ്മത്തിന്റെ നേതൃത്വം വഹിക്കാൻ കൽപ്പുള്ളവർ, ഈ ഉമ്മത്തിന് ദിശാബോധം നൽകേണ്ടവർ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പ്രശംസിച്ച് പറഞ്ഞ കൂട്ടമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക്
എല്ലാ ഗോത്രങ്ങളും ഗോത്രത്തിന്റെ ഐഡന്റിറ്റികളായ പതാകകൾ വലിച്ചെറിഞ്ഞ് വെള്ളപ്പതാകയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉല്ലേഖനം ചെയ്ത് പരിശുദ്ധമായ മദീനത്തുൻ നബവിയിലേക്ക് കടന്നുപോയ മുൻഗാമികളുടെ പിൻഗാമികളായ ആളുകൾ ഹബീബായ നബി പറഞ്ഞു, വൈലുൽ ലിൽ അറബി, വൈലുൽ ലിൽ അറബി. അറബികൾക്ക് നാശം വന്നു കഴിഞ്ഞു, അറബികൾക്ക് നാശം. മിൻ ശർരിൻ ഖദ് ഇഖ്തറബ. അറബികൾ തകർന്നാൽ ലോകം തകരും ഉറപ്പാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ചിന്തിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാമത നോക്കൂ നിങ്ങൾ, സ്വഹീഹുൽ ബുഖാരി വേറൊരു ഹദീസ്. അഷ്റഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മലയിറങ്ങി വരവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉതുമിൻ മിൻ ആത്വാമിൽ മദീന, മദീനയുടെ വീടുകളുടെ മുകളിലേക്കൊന്ന് ഇങ്ങനെ നോക്കി. വളരെ ചിന്തിക്കണം. ഇതൊക്കെ ഈ ഹദീസൊക്കെ പഠിച്ചിട്ട് മദീനയിൽ പോകുമ്പോൾ ആ മനസ്സിൻ്റെ ഉള്ളിൽ ആ സമയമൊക്കെ ഒന്ന് ആലോചിക്കണം. ഒക്കെ വളരെ വലിയൊരു സമയമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കണം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ വീടുകളുടെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി. ഹൽ തറൗന മാ അറാ, ഹൽ തറൗന മാ അറാ, ഞാൻ കാണുന്ന നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് ഞങ്ങളോട് ചോദിച്ചു. സ്വഹീഹുൽ ബുഖാരി, ശ്രദ്ധിക്കുന്നില്ലേ? സ്വഹീഹുൽ ബുഖാരി എവിടുന്നെങ്കിലും അല്ല പറയുന്നത്. വളരെ സുസമ്മരമായ, ലോകത്തൊരു പാർട്ടിക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത സുസമ്മരമായ ഹദീസുകൾ മാത്രമേ അള്ളാഹുവിന്റെ ഖുർആന്റെ ഈ വേദിയിൽ പറയുകയുള്ളൂ. അള്ളാഹു നമുക്ക് അതന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അള്ളാഹു തആല നാഫിയായ ഇൽമിനെ തരട്ടെ. ഇത് പരസ്പരമുള്ള അകലലിന്റെ വേദിയല്ല. അകലരുത്, ഒന്നാവുക, സംഘബോധമുണ്ടാവുക. നേരത്തെ ഇവിടെ ഉദ്ഘാടനത്തിൽ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ നേട്ടം അവരുടെ പരസ്പരമുള്ള ആ ഇഖ്വാനിയത്താണ്. അവരെല്ലാവരും ഒന്നായിരുന്നു എന്ന കഴിഞ്ഞ ചരിത്രത്തിൽ മുസ്ലിം സമുദായം വരിച്ച എല്ലാവിധ നേട്ടങ്ങളുടെയും അടിസ്ഥാനം അതായിരുന്നു. അതിനുള്ള വേദിയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് നാം നമ്മെക്കുറിച്ച് ബോധവാന്മാരാവുകയും ചെയ്യുക. നിങ്ങൾ ആലോചിക്കണം, അറബ് ലോകം ഒരിക്കലും നശിക്കാൻ പാടില്ലാത്തത്. എന്നാൽ അറബ് ലോകത്തിന് നാശം വരിക, എങ്ങനെയാ നാശം വരുന്നത്? ആ വഴിയും പറയുന്നുണ്ട്. ആ വഴിയൊക്കെ പറഞ്ഞുതരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓർമ്മ വരും. ഇതാണ് ആ പറഞ്ഞത്, എന്താണ് ആ പറഞ്ഞത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉതുമിൻ മിൻ ആത്വാമിൽ ഹൽ തറൗന മാ അറാ, ഞാൻ കാണുന്ന നിങ്ങൾ കാണുന്നുണ്ടോ? ഒന്നിങ്ങനെ ഒന്ന് തല ഉയർത്തി നോക്കി, എന്നിട്ട് ഞാൻ കാണുന്ന നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് ഞങ്ങളോട് ചോദിച്ചു. ഫഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, ഞങ്ങളൊന്നും കാണുന്നില്ല. ഫഖാൽ, ഹബീബായ നബി പറഞ്ഞു, ഇന്നീ ലഅറൽ ഫിതൻ, ഞാൻ ഫിത്നകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. തഖഉ ഖിലാല ബയൂതികും കവഖഇൽ മത്രി, പാശ്ചാത്യൻ അധീശാധികാര ശക്തികൾ, പടിഞ്ഞാറുകാർ, റോമക്കാർ ലോകത്തെ മനുഷ്യ സമൂഹത്തെ എക്കാലത്തെയും അധികാരം കയ്യിൽ പിടിക്കണമെന്ന് ആഗ്രഹിച്ച് സമൂഹത്തെ തമ്മിലടിപ്പിച്ച, സമൂഹത്തെ ലോക ചരിത്രത്തിലെ ആയിരക്കണക്കായ വർഷങ്ങളിൽ മനുഷ്യനെ നുകം വെച്ച് കന്നുപൂട്ടിയ സാമ്രാജ്യത്തിന്റെ അധികാര ശക്തികളായ രണ്ട് സമൂഹങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നത് ഞാൻ കാണുന്നുണ്ട്. കവഖഇൽ മത്രി, മഴ പെയ്യും പോലെ റോമൻ പട്ടാളം ഈ മദീനയിലേക്ക് വരുന്നത് ഞാൻ കാണുകയാണ്. അതാണ് നാശമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്ക്, നിങ്ങൾ ഇതൊക്കെ ആലോചിക്കുക, എത്ര സത്യമാണത് സഹോദരങ്ങളെ. 1400 കൊല്ലത്തിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം, അതൊക്കെ കാണാൻ വിധിക്കപ്പെട്ടല്ലോ നമ്മൾ. ലോക ചരിത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ പറഞ്ഞ ഹദീസ്? നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ പറഞ്ഞ ഹദീസ്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കണം, 1400ഓളം വരുന്ന കാലഘട്ടത്തില് അക്കാലത്തെ മുസ്ലിമീങ്ങൾക്ക് ഈ ഹദീസ് കേട്ട് പഠിക്കാനുള്ള അവസരം ഉണ്ടായുള്ളൂ. നമുക്കത് കണ്ടുപിടിക്കാം, നമ്മളത് കാണുക, നമ്മളെ അല്ലേ? നിങ്ങൾ ചിന്തിക്കുക, റോമൻ പട്ടാളം മനുഷ്യനെ നുകം വെച്ച് കന്നുപൂട്ടിയ രണ്ട് വിഭാഗങ്ങൾ. കേവലം ഏതെങ്കിലും മതത്തിലെ വ്യക്തികളെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. വ്യക്തികളുടെ നന്മയുണ്ടാകാം, വ്യക്തിയല്ല. സാമ്രാജ്യത്വത്തിന്റെ അധീശാധികാര ശക്തി ഞങ്ങളുടെ കയ്യിൽ വേണമെന്ന് ആഗ്രഹിച്ച് 1000 ആണ്ടുകളായി മനുഷ്യരെ നുകം വെച്ച് കന്നുപൂട്ടിയ ജനവിഭാഗങ്ങൾ. ആ വിഭാഗം പടകെട്ടിയിട്ട് നിങ്ങളെ വീട്ടിന്റെ മുകളിലേക്ക് ഇറങ്ങി വരികയും റോമൻ പട്ടാളം മഴ പെയ്യും പോലെ മദീനയിലൂടെ നടക്കുന്നത് ഞാൻ കാണുക എന്ന് മുഹമ്മദ് നബി. നിങ്ങൾ ചിന്തിക്ക്, സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിറ്റേന്ന് ഖിയാമത്താണെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. ആ ദിവസം അല്ലേ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതൊക്കെ നമ്മൾ പൂട്ടി വെച്ചിട്ട് കാര്യമില്ല, ഇതൊക്കെ ചിന്തിക്കണം. എന്താണ് പറഞ്ഞത് നോക്കൂ, നിങ്ങൾ ആലോചിക്കുക.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂദാവൂദിന്റെ വേറെ ഹദീസ്, അൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻ ഖാല ഖാല റസൂലുള്ളാഹി ഇംറാനു ബൈത്തുൽ മുഖദ്ദസി ഖറാബ് യസ്രിബ്. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് ഒരു പുതിയ നാഗരികത വളർന്നു വന്നാൽ ഖറാബ് യസ്രിബ, യസ്രിബ തകർന്നു പോകും. എന്താ യസ്രിബ? ഇങ്ങോട്ട് പറഞ്ഞേക്കൊക്കെ. മദീന, ഹബീബായ നബിയുടെ മദീനയുടെ പേരാണ് യസ്രിബ്. അറിയില്ലേ? ഹബീബായ നബിയുടെ മദീനക്ക് ഒരുപാട് പേരുണ്ട്. മദീനയുടെ പേര് ഒന്ന് അത്വാബ എന്നാണ്, ഒന്ന് മദീനത്തുൻ നബവിയ്യ, അൽ മദീന. യസ്രിബൊക്കെ മദീനയുടെ പേരാണ്. ഇംറാനു ബൈത്തുൽ മുഖദ്ദസി ഖറാബ് യസ്രിബ്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മുല്ല അലിയുൽ ഖാരി രേഖപ്പെടുത്തുന്നുണ്ട്, ഇംറാനു ബൈത്തുൽ മുഖദ്ദസി മിൻ ഐദിൽ യഹൂദ്. യഹൂദികൾ ഒരു പുതിയ നാഗരികത, ഒരു പുതിയ സിവിലൈസേഷന്റെ ഉദ്ധാനതയുമായി ബന്ധപ്പെട്ട് നിൽക്കുക. ഇംറാൻ ബൈത്തുൽ മുഖദ്ദസി, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് ഒരു പുതിയ സംസ്കാരത്തെ അവർ വളർത്തിക്കൊണ്ടുവരിക നമ്മൾ കണ്ടു. അതോടുകൂടെ ഖറാബ് യസ്രിബ, ഖറാബ് യസ്രിബ, നിങ്ങൾ അർത്ഥം പറയും, മനസ്സിലാവണില്ലേ? ഖറാബ് യസ്രിബ, മദീന തകർന്നു പോകും. വഖറാബ് യസ്രിബ ഖുറൂജുൽ മൽഹമ, ഖറാബ് യസ്രിബ മദീനയുടെ തകർച്ച ഖുറൂജുൽ മൽഹമ, വിപ്ലവങ്ങളുടെ പുറപ്പാടുമായിരിക്കും. അബൂ ദാവൂദ് ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇംറാനഹാ മിൻ ഐദിൽ യഹൂദി വൽ കുഫാർ, ഇംറാനഹാ മിൻ ഐദിൽ യഹൂദ്, യഹൂദികളുടെ കയ്യാൽ അത് ഒരു പുതിയ സംസ്കാരം മുഖദ്ദസിന്റെ താഴ്വരയിൽ വളർന്നു വരലിനെ പറ്റിയാണ്. ഉണ്ടായില്ലേ? തകർന്നല്ലോ, മദീന തകർന്നല്ലോ, കഴിഞ്ഞില്ലേ? എന്തുകൊണ്ട്? ലോകത്തെ മുസ്ലിം ഈ പരിശുദ്ധമായ മുഖദ്ദസ് പള്ളിയുടെ പരിസരത്ത് സുബഹി നിസ്കരിച്ച് വീൽ ചെയറിൽ തന്റെ വീട്ടിലേക്ക് വരുന്ന ഒരു മനുഷ്യൻ, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ആലോചിക്കുകയും, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് വളർന്നു വന്ന മനുഷ്യനെ കൊല്ലുന്ന സംസ്കാരം, യസ്രിബിന് മദീനക്ക് മിണ്ടാൻ കഴിയാത്ത നാപ്പട്ടന്മാരായി അറബികൾ മാറിയ സംസ്കാരം നമ്മൾ കണ്ടനുഭവിച്ചു. മുഖദ്ദസിന്റെ താഴ്വരയിൽ നിന്ന് തന്റെ ചെറുപ്പകാലത്ത് വീൽ ചെയറിൽ കയറിയ അഹമ്മദ് യാസീൻ, ഷെയ്ഖ് അഹമ്മദ് യാസീൻ റഹിമഹുല്ല, എന്താ നിങ്ങൾ വെറുതെ ഇരിക്കുന്നത്? റഹിമഹുല്ല, അള്ളാന്റെ മാർഗത്തിൽ മരിച്ചുപോയ ഒരു മനുഷ്യനാ. അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഷെയ്ഖ് അഹമ്മദ് യാസീൻ എന്ന ഒരു ഫലസ്തീനി പണ്ഡിതൻ അള്ളാഹുവിന്റെ ദീന് പറഞ്ഞു കൊടുക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാതെ തന്റെ ചെറുപ്പകാലം, ആരോടാ മനുഷ്യൻ യുദ്ധം ചെയ്യാൻ? എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത മനുഷ്യൻ തന്റെ വീൽ ചെയറിൽ ഇരുന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് തന്റെ ശിഷ്യന്മാർക്ക് ഖുർആനിലെ വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് തന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന മനുഷ്യനെ ചിന്ന ഭിന്നമാക്കിയ ബൈത്തുൽ മുഖദ്ദസിലെ പുതിയ നാഗരികത, ഇസ്രായേലി സംസ്കാരം, മനുഷ്യനെ കൊല്ലുന്ന സംസ്കാരം വളർന്നു വന്നു. എന്നാൽ വഖറാബ് യസ്രിബ, മദീനയുടെ നേതൃത്വമാകട്ടെ നാപ്പട്ടന്മാരായി മാറുകയും ചെയ്തു. അവർക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. എന്നാലോ നിയമം പബ്ലിക് കയ്യിലെടുത്തു. അതാണ് വഖുറൂജുൽ മൽഹമ. അതോടുകൂടെ പിന്നെ വിപ്ലവങ്ങളുടെ തുടക്കമാകുമെന്ന് മുഹമ്മദ് നബി അബൂ ദാവൂദ് ഹദീസ് രേഖപ്പെടുത്തി. നിങ്ങൾ ചിന്തിക്കൂ, ഇത് ആരോ അല്ല, ഇത് മുഹമ്മദ് നബിയാണ്. ഇത് മുഹമ്മദ് നബിയാണ്. ഇത് മുഹമ്മദ് നബിയാണ്. ഇത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭൂമിയിൽ സംഭവിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇട്ടേച്ച് മുഹമ്മദ് നബി പോയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് പറയേണ്ട ഒരു കാര്യം പറയാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടേ. അൻ ഔഫ് ബിൻ മാലിക് അൽ അസ്ജഈ ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ചിന്തിക്കണം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ റോമക്കാർ അടിമകളാക്കാൻ ഒരു കാരണം വേണമല്ലോ, കാരണം വേണം. എന്തായിരിക്കും അടിമകളാവാൻ കാരണം? റോമക്കാർ നിങ്ങളെ അടിമകളാക്കാനുള്ള കാരണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റോമക്കാർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശ്യം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സാമ്രാജ്യത്വ ശക്തികളെ പറ്റിയാണെന്ന് ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. എങ്ങനെ അവർ നിങ്ങളെ അടിമകളാക്കി? അതിനും കാരണം വേണം. അടിമകളാക്കാൻ കാരണം ധനത്തിന്റെ പേരിൽ നിങ്ങൾ പരസ്പരം ഭിന്നിച്ചതാണെന്ന് ഹദീസിൽ കാണാം. നിങ്ങൾ ചിന്തിക്കുക, അവര് വെറുതെ വന്നതല്ല, അവരെ നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്നതാ. അവർ താൽക്കാലികമായ ധനത്തിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ തെറ്റിയപ്പോ അവര് വരേണ്ടി വന്നതാ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മാജയുടെ ഹദീസിൽ കാണാം. അൻ ഔഫ് ഇബ്നു മാലിക് അൽ അസ്ജഈ ഖാല ഖാല റസൂലുള്ളാഹി. ശ്രദ്ധിക്കണേ, നല്ല ഹദീസാണ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. തകൂനുൽ അംവാലു ഫീകും, ധനമായിരിക്കും ഒരു കാലത്ത് മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ കാര്യം.
ഹത്താ യുഅ്തർ റജുലു മിഅത ദീനാരിൻ ഫയളില്ലു സാഖിതാ. നിങ്ങൾ ചിന്തിക്കണുണ്ടോ ആവോ? നിങ്ങൾ ചിന്തിക്കണോ ആവോ? കുവൈത്തും ഇറാഖും തമ്മിൽ തെറ്റാൻ അടിസ്ഥാനപരമായ കാര്യം ഒരു വട്ടമേശക്കിരുന്ന് പരസ്പരമുള്ള ലാഭത്തിൽ പങ്കുവെക്കുകയും ആ ലാഭത്തിൽ ഇന്നാലിന്ന തോത് നൽകാമെന്ന് കുവൈത്ത് ഏൽക്കുകയും ചെയ്തതാണ്. പക്ഷെ തോതിൽ തൃപ്തി വന്നില്ല. അതിൻ്റെ പേരിലാണ് കുവൈത്ത് അധിനിവേശം വന്നത്. ആ അധിനിവേശത്തിന്റെ പേരിലാണ് സത്യത്തിൽ പരസ്പരം രഞ്ജിപ്പിക്കേണ്ട അറബ് സമൂഹം നിതാന്ത ശത്രുവിനെ വിളിച്ചു കൊണ്ടുവന്നത്. നിങ്ങൾ ഈ ഹദീത്തിൽ നിങ്ങൾ കാണൂ, അവിടെ കാണുന്നുണ്ട്. ഹദീസ് ഹബീബായ നബി പറയാം, ഹത്താ യുഅ്തർ റജുലു മിഅത ദീനാരിൻ, ഞാൻ നിങ്ങൾക്ക് 100 ദീനാർ തരാന്ന് പറഞ്ഞാലും ഫയളില്ലു സാഖിത, അവൻ എണീറ്റ് പോകും, അവൻ കോപിഷ്ഠനാകും, അവനത് അംഗീകരിക്കില്ല. അതോടുകൂടെ വഫിത്നത്തുൻ തകൂനു ബൈനക്കും, നിങ്ങൾക്കിടയിൽ ഫിത്ന പുറപ്പെടും. ഇബ്നു മാജ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ലാ യബ്ഖാ ബൈതു മുസ്ലിമിൻ ഇല്ലാ അദ്ഖലതഹു, ലാ യബ്ഖാ ബൈതു മുസ്ലിമിൻ ഇല്ലാ അദ്ഖലതഹു. ഏതെങ്കിലും ഒരു വീട്ടിൽ ആ ഫിത്ന കയറാതിരിക്കില്ല, എല്ലാ വീട്ടിലും ആ ഫിത്ന കയറി ചെല്ലും. പിന്നെ ഫിത്ന ഏറ്റെടുക്കുന്നത് ബനുൽ അസ്ഫറാകും ഖൗമുർ റൂമാമു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. തകൂനു ബൈനകും വബൈനൽ ബൈനിൽ അസ്ഫരി ഹുദ്ന. അതോടുകൂടെ നിങ്ങൾ തമ്മിൽ ശ്രദ്ധിക്കണേ, നിങ്ങൾ തമ്മിൽ തെറ്റുന്നതോടുകൂടെ നിങ്ങൾ പാശ്ചാത്യരുമായി സന്ധി ഉണ്ടാക്കും. ആ സന്ധിയുടെ അവസാനം ഫയഖ്ദിറൂന ബിക്കും, അവർ നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്യും. നിങ്ങൾ ആ സൂചനയാ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ആവോ? നിങ്ങൾക്കിടയിൽ നാണയത്തിന്റെ കാര്യത്തിൽ തമ്മിൽ തെറ്റുക, നാണയം നിങ്ങൾക്ക് വലിയ വിഷയമായി മാറുക. ആ നാണയത്തിന്റെ പേരിൽ ഇന്നാലിന്ന ഓഹരി തരാം, 100 ദിനാം തരാം എന്ന് പറഞ്ഞാൽ പോലും ഫയളില്ലു സാഖിത, ഒരാൾ എണീറ്റ് കോപിഷ്ഠനായി പോവുക. എന്നിട്ട് കാര്യം നിങ്ങളെ ശത്രുക്കളെ ഏൽപ്പിക്കുക. അവർ നിങ്ങൾക്കിടയിലുള്ള രഞ്ജിപ്പിന് വേണ്ടി കടന്നു വരിക. ആ സീസണിൽ തകൂനു ഹുദ്നക്കും ബൈനക്കും വബൈനർ റൂമി, നിങ്ങളും റോമികളും ഇടയിൽ സന്ധി ഉണ്ടാവുക. ഫയഖ്ദിറൂന, തൽക്കാലം സന്ധിയായാലും അവസാനം അവർ നിങ്ങളെ വഞ്ചിക്കുക. അവരെ എണീറ്റ് വിടാൻ നിങ്ങൾ ശ്രമിച്ചാൽ കഴിയാത്ത കാലഘട്ടം വരിക എന്ന് മുഹമ്മദ്. ഇന്നല്ലാഹ സബാലിൽ അർള ഫറഅയ്തു മശാരിഖഹാ വമഗാരിബഹാ. ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് പറഞ്ഞത്. നേരത്തെ ഇവിടെ ഉദ്ഘാടനത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഈ പറയുന്നത്. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ് വളരെ ചിന്തിക്കണം. നമ്മൾക്കിടയിൽ നിസ്സാരമായ കാര്യത്തിന് എല്ലാ ഗ്രൂപ്പ് വഴക്കിന്റെയും എല്ലാ കക്ഷിത്വത്തിന്റെയും അടിത്തറ മാന്തി നോക്കിയാൽ അതിൻ്റെയൊക്കെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളിൽ നിന്ന് മനുഷ്യൻ മാറിപ്പോകാനുണ്ടായ സാഹചര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെയൊക്കെ അടിസ്ഥാനപരമായ കാര്യം മനുഷ്യരുടെ പണമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഭൗതികമായ താല്പര്യം, ഭൗതികമായ ശ്രമങ്ങൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നല്ലൊരു ഹദീസ് പറഞ്ഞുതരാം. സാന്ദർഭികമായ എൻ്റെ തലയൊക്കെ ഇറങ്ങിയ ഒരു ഹദീസ് ശ്രദ്ധിച്ചോളൂ, നല്ലൊരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ, ശരിക്കണോ, നല്ല ഹദീസാ. വിശന്ന് പൊരിഞ്ഞ 2 ചെന്നായ്ക്കളെ ഒരു ആട്ടിൻ പറ്റത്തിലേക്ക് ഇറക്കി വിട്ടാൽ ആ ചെന്നായ്ക്കൾ ഈ ആടുകൾക്ക് നാശം വരുത്തുകയില്ല. ഒരു മനുഷ്യൻ ധനത്തോടും സ്ഥാനമാനങ്ങളോടും കാണിക്കുന്ന ആർത്തി സമൂഹത്തിൽ നാശം വരുത്തുന്ന അത്ര. ശ്രദ്ധിച്ചോ, ഒന്നുകൂടി ഞാൻ ശ്രദ്ധിച്ചോ, നിങ്ങൾ ആ ഹദീസ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോ ഹദീസ്, ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഹദീസ് എന്താ പറയുക? കടൽ കടന്ന് പായക്കപ്പലിൽ, പൊളിഞ്ഞ പായക്കപ്പലിൽ ലാ ഇലാഹ ഇല്ലല്ലാഹും കൊണ്ട് കയറി വന്ന ഒരു സമൂഹം. അത് ഈ കേരളമാകെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് മാതൃകായോഗ്യമായി പടർന്ന് പന്തലിച്ച് വളർന്നിട്ട് എന്തേ ഉണ്ടായത്? അവസാനം അതേ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിൽ നമ്മൾ ഇന്ന് തമ്മിൽ തെറ്റി. ഒരേ ആശയക്കാർ തന്നെ വിവിധങ്ങളായ സംഘടനകൾ പിരിച്ചു കൊണ്ടുപോയി. എന്താ കാര്യം? നിങ്ങൾ ചിന്തിക്കുക, അതൊക്കെ ഇന്നത്തെ കണ്ണാടിയാണത്, ഇന്നത്തെ കാലത്തിന്റെ ചിത്രമാണ്. മുഹമ്മദ് നബി വിശന്ന് പൊരിഞ്ഞ 2 ചെന്നായ്ക്കൾ ഒരാട്ടുംകൂട്ടത്തിലേക്ക് അവയെ കെട്ടടിച്ചു വിട്ടാലും
ബിഅഫ്സദാലഹാ ആട്ടിൻകൂട്ടത്തിന് അപകടം വരുത്തുകയില്ല. മിൻ ഹിർസുൽ മർഇ അല ശറഫി വൽ മാൽ ധനത്തോടൊരു മനുഷ്യൻ സ്ഥാനമാണ്, അല ശറഫി സ്ഥാനമാനങ്ങളോടും, വൽ മാലി ധനത്തോടും. ഇത് രണ്ടിനോട് ആർത്തി കാണിക്കുന്ന ഒരു മനുഷ്യൻ ഒരു സമൂഹത്തിൽ വരുത്തുന്ന നാശത്തിന്റെ അത്ര ഒരു ചെന്നായ പോലും ആട്ടിൻകൂട്ടത്തിൽ നാശം വരുത്തില്ലെന്ന് മുഹമ്മദ് നബി. മനസ്സിലായില്ലേ പറഞ്ഞത്? അള്ളാഹു ഇതൊക്കെ നമ്മൾ പഠിക്കും, എന്നിട്ട് നമ്മൾ വിധ്വംസകവാദത്തിന്റെ പിന്നാലെ പോകും. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് നമ്മളെ എതിർ പാർട്ടി അങ്ങനെയാണല്ലോ ചെയ്തത് എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. അങ്ങനത്തെ ഒരു ഹദീസൊക്കെ കേട്ടാൽ നമ്മളെ എതിർ പാർട്ടി അങ്ങനെ ചെയ്തില്ലേ എന്നാ ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നാണ്. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. ആരെയും കുറ്റം പറയാനല്ല, മുഹമ്മദ് നബി എന്ന സത്യത്തിലേക്ക്, അള്ളാഹു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് മനുഷ്യരെ മടക്കി കൊണ്ടുവരിക എന്നല്ലാത്ത ഒരു ലക്ഷ്യവും ഇതിൻ്റെ പിന്നിലില്ല. അള്ളാഹുവിൻ്റെ പാശത്തിൽ പിടിച്ചു നിൽക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കയറിൽ പിടിച്ചു നിൽക്കൂ. അങ്ങനെയാണ് അള്ളാഹു പറഞ്ഞത്. ചെറുപ്പക്കാരെ, ഞാൻ നിങ്ങളോട് ഈ ആയത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് ശക്തമായി വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമായി, ഒരപേക്ഷയായി പറയുന്നത്, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വിധ്വംസകവാദങ്ങളിലേക്ക് ഇറങ്ങിപ്പോകരുത്. എന്തൊക്കെ കണ്ടാൽ പോലും അടിസ്ഥാനപരമായ മുസ്ലിം ഉമ്മത്തിന്റെ വിജയം അതിൻ്റെ ഒരുമയാണ്, ഒത്തൊരുമയാണ്. ആ ഒത്തൊരുമ നശിക്കുമ്പോൾ ശത്രു കയറി വരും. നമ്മൾ ഏതായാലും താൽക്കാലികമായ തെറ്റേ ഉള്ളൂ, എന്നാൽ കയറി വരുന്നത് ഷിർക്കാവും. ഷിർക്കാകട്ടെ ഇന്ന ഷിർക്ക ലളുൽമുൻ അലീം എന്നാണ് അല്ലാഹു പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ട്, രണ്ടാളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഞാനും ആചാര്യം തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞങ്ങൾ അഭിപ്രായ വ്യത്യാസം തൗഹീദിൻ്റെതാണ്. ഈ തൗഹീദിന്റെ അഭിപ്രായ വ്യത്യാസത്തെ നിങ്ങളോട് ഊതി വീർപ്പിച്ചിട്ട് നിങ്ങൾ സൗകര്യം കൊടുത്താൽ കയറി വരൽ ഷിർക്കാണ്. ഇന്ത്യ രാജ്യത്താവട്ടെ, കേരളത്തിലാകട്ടെ, ലോകത്തെവിടെയാകട്ടെ, ഈ അടുത്ത കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളുടെ വർത്തമാന ചരിത്രം എന്നെക്കാൾ പത്രം അറിയുന്നവർ, മാധ്യമങ്ങൾ അറിയുന്നവരല്ലേ നിങ്ങൾ? ചിന്തിക്കുക. എവിടെയൊക്കെ സമുദായത്തിന് നാശമുണ്ടായോ, മിൻ സിവാ അൻഫുസിഹിം, ശത്രുവിന് ഒരിക്കലും മുസ്ലിം സമുദായത്തിന്റെ മേൽ കയറി വരാൻ കഴിയില്ല. ഇല്ല മിൻ സിവാ അൻഫുസിഹിം, അവർ പഴുതുണ്ടാക്കി കൊടുത്താലല്ലാതെ കഴിയില്ലെന്ന് മുഹമ്മദ് നബി. അള്ളാഹു എന്നോട് പറഞ്ഞുവെന്ന് മുഹമ്മദ് നബി. വലൻ തർള അൻകൽ യഹൂദു വലൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലതഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ വലഇൻ ഇത്തബഅത അഹ്വാഅഹും ബഅദ അല്ലദീ ജാഅക മിനൽ ഇൽം മാ ലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. രണ്ട് സമൂഹത്തിന്റെ നേതൃത്വം ഒരിക്കലും ഇസ്ലാമിക നേതൃത്വത്തെ ഇഷ്ടപ്പെടില്ല എന്ന് മുഹമ്മദ് നബി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? ഞാൻ ഈ ആയത്ത് ശക്തമായി നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാം. വ്യക്തിപരമായ കാര്യമല്ല ഈ പറയുന്നത്, പബ്ലിക്കിനുള്ള കാര്യമല്ല. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, ഇത് പബ്ലിക്കിന്റെ കാര്യമല്ല ഈ പറയുന്നത്. രണ്ട് പ്രധാന ശാക്തിക ചേരികൾ, ഒന്ന് യഹൂദി, അതേപോലെയുള്ള രണ്ട് ശാക്തിക ചേരികൾ, രണ്ട് ശാക്തിക സമൂഹങ്ങൾ ഒരിക്കലും വലൻ തർള അൻകൽ യഹൂദു വലൻ നസാറ. ഖുർആനിൽ അൽ ബഖറയിൽ 120-ാമത്തെ ആയത്താണിത്. ഇനി നിങ്ങൾ ഞാനും കൂടി യോഗം കൂടിയിട്ട് തീരുമാനിച്ചിട്ട് കാര്യമില്ല. കാരണം അള്ളാഹു പറഞ്ഞതാ, അള്ളാഹുവിന്റെ തീരുമാന ഇത്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ, ഇതിൽ സംശയമില്ല. രണ്ട് സമൂഹം ഒരിക്കലും അവരുടെ ആഗോള നേതൃത്വം ഏതെങ്കിലും പ്രാദേശിക തലത്തിലെ അലയൻസ് അല്ല പറയുന്നത്, വ്യക്തിപരമായ കാര്യങ്ങൾ അല്ല പറയുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒതുവെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഒരു ക്രിസ്തീയ സ്ത്രീ വെള്ളം കൊണ്ടുപോയി കൊടുത്ത് ഒതുവെടുക്കുകയും ആ ഒതുവെടുത്തു എന്നറിഞ്ഞപ്പോൾ ആ സ്ത്രീ സന്തോഷിക്കുകയും ചെയ്ത സംഭവം ഹദീസിൽ കാണാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ സ്ത്രീയെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സന്ദർശിച്ചിട്ടുണ്ട്, അവരോട് നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ട്, അവരെ ഇസ്ലാം മതത്തിലേക്ക് ക്ഷണിച്ചു. ഞാൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ നിർബന്ധിച്ചതുമില്ല. അവരെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട, അവരെ വാർദ്ധക്യം കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ അവരെ മുഖത്ത് നോക്കി കരഞ്ഞു എന്ന ഹദീസിൽ കാണാം, ഒരു ക്രിസ്തീയ സ്ത്രീ. അപ്പൊ പബ്ലിക്കിന്റെ കാര്യം അല്ല ഈ പറയുന്നത്, ആഗോള തലത്തിലുള്ള രണ്ടു നേതൃത്വങ്ങൾ. വലൻ തർള അൻകൽ യഹൂദു വലൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലതഹും. വലൻ തർള, ഇവിടെ ഉപയോഗിച്ച വാക്ക് ലൻ എന്നാണ്, ലാ എന്നല്ല. ലാ തർള എന്ന് പറയാം. ലാ തർള എന്ന് പറഞ്ഞാല് അവർ നിങ്ങളെ, ആ രണ്ട് ആഗോള നേതൃത്വം നിങ്ങളെ
ഇഷ്ടപ്പെടില്ല എന്നർത്ഥം. ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞാൽ താൽക്കാലിക ഇഷ്ടപ്പെടില്ല എന്നും അർത്ഥം വെക്കാം. ഇത് അങ്ങനെയല്ല. ഫ്യൂച്ചറിൽ പോലും പൂർണ്ണമായ നിഷേധം ഉണ്ടാക്കലാണ് ലൻ എന്ന വാക്കിന്റെ ഉദ്ദേശ്യം. മനസ്സിലായോ നിങ്ങൾക്ക്? ലാ തെർല പോലെയല്ല ലൻ തെർല. അങ്ങനെ കൂടി പറയും. ലൻ തെർല, ലൻ തെർല, വലാ തെർല എന്നല്ല. വലൻ തെർല, വലൻ തെർല അൻകൽ യഹൂദ് വലൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലതഹും. അവർ നിങ്ങളെ ഇഷ്ടപ്പെടും, പക്ഷെ അവരെ നിങ്ങൾ അനുധാവനം ചെയ്യണം. ഹത്താ തത്തബിഅ, നിങ്ങൾ അവരെ ഇത്തിബാ ചെയ്യണം. എന്താ ഇത്തിബാ? ഇത്തിബാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ അർത്ഥം? എന്താ 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 ഇത്തിബാ എന്നാൽ പിന്നിൽ നടക്കുക, അതർത്ഥം. പിന്നിൽ നടക്കുക. അത് ആലങ്കാരിക പ്രയോഗമാകാം, അല്ലെങ്കിൽ അടിസ്ഥാനപരമായ എന്താണെങ്കിലും ഇത്തിബാ എന്നാൽ പിന്നിൽ നടക്കുക. ഖിയാദത്ത് എന്നാൽ മുന്നിൽ നടക്കുക. ഖായിദുൽ ഖൗം, ബാഫഖിത്തങ്ങൾ അങ്ങനെ പറയാറില്ലേ? ഖായിദുൽ ഖൗം, ജനങ്ങളുടെ മുന്നിൽ നടന്നാൽ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പറയുന്നത്? ചിന്തിക്ക്. ഖിയാദത്തും ഇത്തിബായും തമ്മിൽ വ്യത്യാസമുണ്ട്. ഖിയാദത്ത് എന്നാൽ മുന്നിൽ നടക്കല, ഇത്തിബാ എന്നാൽ പിന്നിൽ നടക്കല. അവരുടെ പൊതു സ്വഭാവത്തെ നിങ്ങൾ പിന്നിൽ നടന്ന് സ്വീകരിക്കുക. അവരെ നിങ്ങൾ അടിവച്ച് സ്വീകരിക്കുക. എന്നാലല്ലാതെ അവർ ഒരിക്കലും നിങ്ങൾ അംഗീകരിക്കില്ലെന്ന് വിശുദ്ധ ഖുർആൻ. ആല ഇമ്രാനിലെ 119, 120 ആയത്തുകളിലും ഇത് കാണാം. ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം പരിമിതം. നോക്കൂ, നിങ്ങൾ അവരെ പിന്നാലെ നിങ്ങൾ കൂടുക. അവരുടെ പിന്നാലെ കൂടിയാൽ അവരെ സംസ്കാരത്തെ നിങ്ങൾ സംസ്കാരമാക്കുക, അവരെ ഭാഷയെ നിങ്ങൾ ഭാഷയാക്കുക. അറബിയേക്കാൾ ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുക്കുക. അതൊക്കെ അർത്ഥമുണ്ട്. ഇംഗ്ലീഷ് പഠിക്കൂ എന്ന ഒരു ഹദീസ് ഇല്ല, എന്നാൽ ഇംഗ്ലീഷ് പഠിക്കണം എന്ന ഹദീസ് പൊതുവായി എല്ലാ ഭാഷകളെയും പഠിക്കാൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഭാഷയും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നില്ല, ഇംഗ്ലീഷ് പഠിക്കണ്ട എന്നല്ല, ഇംഗ്ലീഷ് പഠിക്കണം, എല്ലാ ഭാഷയും പഠിക്കണം. എന്നാൽ ആ ഭാഷകളെ പഠിക്കുന്നതിനേക്കാൾ പ്രധാനമായി പറഞ്ഞത് അറബി ഭാഷയാണ്. ഇംഗ്ലീഷ് പഠിക്കാനും ഡച്ച് ഭാഷ പഠിക്കാനും ഫ്രഞ്ചും സ്പാനിഷും ഒക്കെ പഠിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഒരു സമൂഹത്തിന്റെ ഭാഷ അറിഞ്ഞാൽ അമിന ശിറാറഹും, ആ സമൂഹത്തെ തൊട്ട് നിങ്ങൾ നിർഭയരാകുമെന്ന് മുഹമ്മദ് നബി. അവരെന്ത് സംസാരിച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, അപ്പൊ നിങ്ങൾക്ക് നേട്ടമുണ്ട് എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ഭാഷയും പറയണം. ഭാഷയാവട്ടെ ആരുടേതുമല്ല, അള്ളാഹുവിൻ്റെതാണ്. നിങ്ങളുടെ വർണ്ണങ്ങൾ അള്ളാഹു നൽകിയതായതുപോലെ നിങ്ങളുടെ ഭാഷകളും അള്ളാഹുവിൻ്റെതാണെന്ന് ഹബീബായ മുഹമ്മദ് നബി. എന്നാൽ ഇസ്ലാമിക മതത്തിന്റെ അടിത്തറയായ ഭാഷ അറബിയാണ്. അല്ലിമുൽ ലുഗത്തൽ അറബിയ്യ വ തഅല്ലമൂഹാ, തഅല്ലമുൽ ലുഗത്തൽ അറബിയ്യ വ അല്ലിമൂഹാ. അറബി ഭാഷ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് വേറിട്ട് കൽപ്പന. ലോകത്തെ മൊത്തം ഭാഷകൾക്ക് മൊത്തത്തിൽ പറഞ്ഞിട്ട് പിന്നെ അറബി ഭാഷക്ക് പ്രത്യേകം കൽപ്പന. എന്തുകൊണ്ട്? ലുഗത്തി വലുഗത്തുൽ ഖുർആനി വലുഗത്തു അഹ്ലിൽ ജന്ന. നിങ്ങൾ ആലോചിക്കണം, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ ഭാഷ പഠിക്കുന്ന കാര്യത്തിൽ നിന്ന് അറബികൾ പോലും പുറകോട്ട് പോവുക. ഇംഗ്ലീഷുകാരുടെ ഭാഷയാണ് ഏറ്റവും വലിയ ഭാഷ എന്ന് മനസ്സിലാക്കുക. ആ ഭാഷ പഠിക്കുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്. എല്ലാ നിരക്കും അവരുടേതാണ് കാര്യങ്ങൾ. അവരാണ് ലോകത്തിന്റെ നായകന്മാർ എന്ന് മനസാവാച മുസ്ലിമീങ്ങൾ തന്നെ അംഗീകരിക്കുന്ന കാര്യം വരിക. ഏതൻസിലും ഗ്രീസിലും ഒരു കാര്യം തീരുമാനിച്ചാലേ അതിന് ബൗദ്ധിക സ്വഭാവം ഉണ്ടാകൂ എന്ന് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള രീതി വരിക. കട്ടൻ ചായക്കാൾ പെപ്സിക്കും കൊക്കക്കോളക്കും പ്രാധാന്യം കൊടുക്കുക. ഇതൊക്കെ തന്നെ അതിൻ്റെ അർത്ഥം. ഇങ്ങനെയുള്ള നോക്കൂ, നിങ്ങൾ ഇതൊക്കെ ചിന്തിക്കണം. നോമ്പ് തുറക്കുന്ന നേരത്തെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരക്ക ലഭിച്ചതിനേക്കാൾ ലഭിച്ചാലും തൃപ്തി അടയാത്തവനും മനസ്സിന്റെ താല്പര്യമാണ് ഇന്ന് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉൽപ്പന്നങ്ങൾ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഒരു പെപ്സി പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിന് റാഹത്തുണ്ടാവാത്ത അവസ്ഥയിലാണ് ഇന്ന് അറബികളുള്ളത്. ഇതൊന്നും കേവലമുള്ള വിദ്വേഷമല്ല ഞാൻ പറയുന്നത്, അതൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ സാമ്രാജ്യത്തിന്റെ അതീശാധികാര ശക്തികൾ കൊണ്ടുവരുന്ന കാര്യങ്ങളെ നിങ്ങൾ മാനസികമായി സ്വീകരിക്കുക. നിങ്ങൾക്കറിയാലോ, ഇന്ത്യ രാജ്യത്ത് നിസ്സഹകരണ പ്രസ്ഥാനം ഉണ്ടാക്കിയപ്പോൾ ഗാന്ധിജി അടക്കമുള്ള നേതാക്കന്മാർ ചെയ്തത് വിദേശികളുടെ ഉൽപ്പന്നങ്ങളെ വർജിക്കുക എന്നതാണ്. കാരണം അതിൽ നിന്നാണ് വിദേശികൾക്ക് പ്രധാനമായ ഊർജമുള്ളത്. ഇങ്ങനെയുള്ള കാലഘട്ടം വരിക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു,
അവർ നിങ്ങളിലേക്ക് കൈനീട്ടി വരിക. ലൂഷിക്കുൽ ഉമമു അൻ തദഅ അലൈക്കും കമാ തദഅൽ ആകിലതു ഇലാ ഖസ്അതിഹാ. മുസ്ലിമീങ്ങൾ ഈ ലോകത്ത് ഒരാളുടെയും അവകാശം പിടിച്ചടക്കൂല, അടക്കന്നില്ല. ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയേ ഇല്ല. അങ്ങനെ സംഭവിക്കാനേ പാടില്ല. ഒരാൾ പിടിച്ചടക്കിയാൽ അവനോട്ട് മുസ്ലിമും അല്ല. എന്തുകൊണ്ട്? മുസ്ലിമീങ്ങൾ നോക്കി ചിന്തിക്കണം. മറ്റുള്ള ഏതെങ്കിലും സമൂഹങ്ങൾ മുസ്ലിമീങ്ങളെ ആക്രമിക്കുമ്പോൾ കാണിക്കുന്ന രീതി തിരിച്ച് മുസ്ലിമീങ്ങൾക്ക് കാണിക്കാൻ പാടില്ല. യുദ്ധക്കളത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ, യുദ്ധക്കളത്തിലെ ആളുകൾ മരിച്ചു കിടക്കുന്നതിന്റെ അരികിലൂടെ ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു വന്നപ്പോൾ 2 ആളുകളുടെ ഡെഡ് ബോഡി കിടക്കുന്നുണ്ട്. 2 ജൂതന്മാര് മരിച്ചു കിടക്കുന്നുണ്ട്. അതിന്റെ അരികിലൂടെ പോവാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ കടന്നു വന്നു. അപ്പൊ 2 പെണ്ണുങ്ങൾ അങ്ങോട്ട് പാഞ്ഞെടുക്കുന്നുണ്ട്. ആ കാര്യമൊന്നും ശ്രദ്ധിച്ചില്ല. അദ്ദേഹം ഇങ്ങോട്ട് നടന്നു വന്നു. അരികിലെത്തിയപ്പോ ഫഖാല റസൂലുള്ളാഹി അനസഅത റഹ്മത മിൻക യാ ബിലാൽ ഹത്താ തമുറ ബിംറഅതൈനി അലാ ഖത്ലാ റിജാലിഹിമാ എന്നാ പറഞ്ഞത്. അല്ല ബിലാലെ, നിന്റെ മനസ്സിൽ തീരെ കരുണ വറ്റിയോ? അനസഅത റഹ്മത മിൻക യാ ബിലാൽ ഹത്താ തമുറ ബിംറഅതൈൻ. ആ പെണ്ണുങ്ങൾ, അങ്ങനെ കരയുന്ന പെണ്ണുങ്ങളോട് അവരുടെ ഒരു ആശ്വാസവാക്ക് പോലും പറയാതെ ഹത്താ തമുറ ബിംറഅതൈനി അലാ ഖത്ലാ റിജാലിഹിമാ, ആ പെണ്ണുങ്ങളോട് ഒരു ആശ്വാസവാക്ക് പോലും പറയാതെ ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെയുണ്ടാകുമെന്ന രൂപേണ തല ഉയർത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ജൂത സ്ത്രീകൾ, ഭർത്താക്കന്മാര് മരണപ്പെട്ടു പോയ ആ ജൂത സ്ത്രീകളുടെ അരികിലൂടെ അങ്ങനെ തല ഉയർത്തി നടന്നു പോരാൻ അനസഅത റഹ്മത മിൻക, കരുണ പറ്റ നിങ്ങൾ മനസ്സിൽ നിന്ന് വറ്റിപ്പോയോ എന്ന് മുഹമ്മദ് നബി. എന്താ യുദ്ധം ചിലപ്പോൾ അനിവാര്യമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊല്ലും, പക്ഷെ അതിനപ്പുറം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ മുഹമ്മദ് നബി. ശത്രുവിന്റെ നാട്ടിലാണെങ്കിൽ പോലും, ഭക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ഒരു മരത്തിന്റെ കൊമ്പ് ഛേദിക്കരുതെന്ന് പറഞ്ഞ മുഹമ്മദ് നബി. യുദ്ധക്കളത്തിൽ ഒരിക്കൽ അനിവാര്യമായ ശത്രു ഇങ്ങോട്ട് കയറി ആക്രമിച്ച അങ്ങനെയുള്ള യുദ്ധങ്ങളാണ് മുസ്തഫ നബിക്കുണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു വേളയിൽ യുദ്ധക്കളത്തിലൂടെ നടന്നു നോക്കുമ്പോ കുട്ടികൾ മരിച്ചു കിടക്കുന്നത് കണ്ടു. അപ്പോൾ സ്വഹാബികളോട് പറഞ്ഞു, അഖതൽതുമുൽ വിൽദാൻ, നിങ്ങൾ കുട്ടികളെ കൊന്നുവോ എന്ന് ചോദിച്ചു. ഫഖാലു, അവര് പറഞ്ഞു, വഹും വിൽദാനുൽ മുശ്രിക്കീന യാ റസൂലല്ലാഹ്, നമ്മളെ കുട്ടികളല്ല, ശത്രുക്കളെ കുട്ടികളാണ്. അതോടുകൂടി ദേഷ്യം കൂടി. നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് ന്യായം പറയുന്നുവോ? കുല്ലു നിസ്മത്തിൻ തൂലദു അലൽ ഫിത്ര, എല്ലാവരും, എല്ലാ കുഞ്ഞുങ്ങളും നല്ലവരാണ്. കുഞ്ഞുങ്ങൾ ഏതായാലും യുദ്ധത്തിൽ ഉണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു പോയി? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വളരെ കൂടുതൽ ശക്തമായി ശകാരിച്ചു എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ വളരെ ചിന്തിക്കേണ്ട ഒരു പരമാർത്ഥമാണ്, ഏതെങ്കിലും ഒരു പ്രദേശത്ത് മുസ്ലിമീങ്ങൾ ഇങ്ങനെയുള്ള ഒരവസ്ഥ സൃഷ്ടിക്കുകയില്ല തന്നെ, എത്ര സാഹചര്യം ഉണ്ടാക്കിയാൽ. മാത്രമല്ല, ഒരു ഹദീസ് കേട്ടോളൂ, വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു പ്രഗൽഭമായ ഹദീസ് കൂടി കേൾക്കുക. നല്ലോണം ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്, വളരെ ആലോചിക്കേണ്ട ഹദീസാണ്. ഇങ്ങോട്ട് പറയും, ശ്രദ്ധിക്കും, നല്ലോണം ശ്രദ്ധിച്ചോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറ കൂടിക്കഴിഞ്ഞാൽ അല്ലാഹു വിളിച്ചു പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മഹ്ശറ കൂടിക്കഴിഞ്ഞാൽ അല്ലാഹു വിളിച്ചു പറയും, ലാ യദ്ഖുലു അഹദും മിൻ അഹ്ലിൽ ജന്നത്തി അൽ ജന്ന വാഹിദും മിൻ അഹ്ലിൻ നാരി യത്ലുബുഹു ബിമദ്ലമ. ലാ യദ്ഖുലു അഹദും മിൻ അഹ്ലിൽ ജന്നത്തി അൽ ജന്ന, ഇന്നൊരാളെയും സ്വർഗ്ഗത്തിൽ കടക്കാൻ, സ്വർഗീയരെ പോലും സ്വർഗ്ഗത്തിൽ കടക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. വവാഹിദും മിൻ അഹ്ലിൻ നാരി യത്ലുബുഹു ബിമദ്ലമത്തിൻ, നരകത്തിലേക്ക് പോകേണ്ട ആരെയെങ്കിലും നിങ്ങൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, ശ്രദ്ധിച്ചോ, നിങ്ങൾ ഈ ഹദീസ് മനസ്സിലായില്ല? നരകത്തിലേക്ക് പോകേണ്ട ആരെയെങ്കിലും നിങ്ങൾ അകാരണമായി ആക്രമിച്ചിട്ടുണ്ട് എങ്കിൽ ലാ യദ്ഖുലു അഹദും മിൻ അഹ്ലിൽ ജന്നത്തി അൽ ജന്ന, അത്രയും ആളെ സ്വർഗ്ഗത്തിലേക്ക് കടത്തിവിടാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് അല്ലാഹു വിളിച്ചു പറയുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പിന്നെ നോക്കൂ, നിങ്ങൾ മുസ്ലിമീങ്ങൾ അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് കയറി ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. ഇങ്ങോട്ട് കയറി വരുന്ന അവസ്ഥ ഉണ്ടാവുക. യൂഷിക്കുൽ ഉമമു അൻ തദഅ അലൈക്കും കമാ തദഅൽ ആകിലതു ഇലാ ഖസ്അതിഹാ. ശ്രദ്ധിക്കണം. യൂഷിക്കുൽ ഉമമു അൻ തദഅ അലൈക്കും, എല്ലാ രാജ്യ സമൂഹങ്ങളും നിങ്ങളിലേക്ക് കയറി വരിക. കമാ തദഅൽ ആകിലതു ഇലാ ഖസ്അതിഹാ, തളികയിലേക്ക് ഭക്ഷണം കഴിക്കേണ്ടവർ കയറി വരും പോലെ. ഉപമ അങ്ങനെ പറഞ്ഞു. ഉപമ നിങ്ങൾക്ക് മനസ്സിലായോ? ലോകരാജ്യ സമൂഹങ്ങൾ മുസ്ലിം പ്രദേശങ്ങളിലേക്ക് കയറി വരിക. കമാ തദഅൽ ആകിലതു ഇലാ ഖസ്അതിഹാ,
ഭക്ഷണം കഴിക്കുന്ന ആളുകൾ അതിൻ്റെ പാത്രത്തിലേക്ക് ഭക്ഷണത്തളികയിലേക്ക് കയറി വരുന്നത് പോലെ. എന്താ ഈ പറഞ്ഞ വാക്കിന്റെ താല്പര്യം? ഭക്ഷണത്തിലേക്ക് തളികയിലേക്ക് കയറി വരുന്ന ആളുകളുടെ താല്പര്യം വിഭവമാണ്. അഥവാ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്നും ദിക്കുകളിൽ നിന്നും സമൂഹത്തിലെ വിവിധങ്ങളായ ശക്തികൾ വരികയും ആ ശക്തികൾ ഇസ്ലാമിക സമൂഹങ്ങളിൽ, മിഡിൽ ഈസ്റ്റിൽ, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിൽ ഒരു വിഭവത്തിന്റെ വേദിയാക്കി മാറ്റുക. അവിടെ നിന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് വെളുപ്പിനെയും കറുപ്പിനെയും അല്ലാഹു തആല തന്നിട്ടുണ്ട്. പുതിയ വ്യാഖ്യാനം അനുസരിച്ച് വെളുപ്പ് കൊണ്ട് ഉദ്ദേശം സ്വർണവും വെള്ളിയാണ്, കറുപ്പ് കൊണ്ട് ഉദ്ദേശം പെട്രോളാണ്. ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂസികുൽ ഉമമു അൻ തദാഅ അലൈക്കും. ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി ആളുകൾ കയറി വരിക. ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിന്റെ കാര്യം പരിശോധിച്ച് നോക്കിയാൽ ഏകദേശം വ്യക്തമായി നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇന്ന് നിലയുറപ്പിച്ച ആളുകൾക്ക് ഏകദേശം താല്പര്യം മുസ്ലിമത്തിന്റെ വിഭവമാണ് എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ശ്രദ്ധിക്കൂ, ഈ പറഞ്ഞ വാക്കിന്റെ പ്രധാനപ്പെട്ട താല്പര്യം ശ്രദ്ധിക്കും. അറബ് ലോകത്തേക്ക് അന്യ രാജ്യക്കാർ ഉമമ എന്നാ പറഞ്ഞത്. ഉമ്മത്തിന്റെ ബഹുവചനമാണ് ഉമമ. ഈ ഹദീസ് മനസ്സിലാക്കണം. ലോകരാജ്യങ്ങളിൽ നിന്ന് നാനാഭാഗത്തു നിന്നും ആളുകൾ വരിക, ഉമ്മത്തുകൾ വരിക. ഉമ്മത്തിന്റെ ബഹുവചനമാണ് ഉമമ. ഉമ്മത്ത് എന്നാൽ സമൂഹങ്ങൾ, സംഘടനകൾ, പ്രത്യയശാസ്ത്രങ്ങൾ. അതേപോലെ തന്നെ ഉമ്മത്തെന്നാൽ ഒരു സിവിലൈസേഷൻ, ഒരു അസോസിയേഷൻ, ഒരു പ്രദേശം, അതേപോലെ തന്നെ ഒരു സമൂഹം, ഒരു രാജ്യം, ഒരു രാഷ്ട്രം എന്നൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത് ഉമ്മത്ത് എന്നല്ല, ഉമം എന്നാണ്. യൂസികുൽ ഉമമു, ഉമ്മത്തുകൾ കയറി വരിക, വിവിധങ്ങളായ രാജ്യക്കാർ കയറി വരിക. ഇലൈക്കും, നിങ്ങൾ അരികിലേക്ക് കയറി വരിക. എങ്ങനെ കയറി വരിക? കമാ തദാഅൽ ആകിലതു ഇലാ ഖസിഅതിഹാ, ഭക്ഷണത്തളികയിലേക്ക് ആളുകൾ കയറി വരുന്നത് പോലെ. വളരെ ചിന്തിക്കേണ്ട ഒരു ഹദീസാണിത്. ഭക്ഷണത്തളികയിലേക്ക് ആളുകൾ കയറി വരുന്നത് പോലെ, ആർത്തി കാണിക്കുന്നത് പോലെ ലോകരാജ്യ സമൂഹങ്ങൾ. ഉമം എന്നാ പറഞ്ഞത്. ഉമം എന്നാൽ ഉമ്മത്തിന്റെ ബഹുവചനമാണ്. ഉമ്മത്ത് എന്നാൽ സിവിലൈസേഷൻ, രാജ്യം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഉമം എന്ന് പറഞ്ഞാൽ വിവിധങ്ങളായ ലോകരാജ്യങ്ങൾ കയറി വരിക. ഏതുപോലെ? ഭക്ഷണത്തളികയിലേക്ക് ആക്കിലത്ത് കയറി വരും പോലെയാണ്. ആക്കിലത്ത് എന്നാൽ അതിന്റെ അർത്ഥം ആക്കിലിന്റെ ബഹുവചനമാണത്. ആക്കിൽ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഉറങ്ങണത്? ആക്കിൽ എന്നാൽ തിന്നുന്ന ആള്. എന്തത്ര അത്ഭുതപ്പെടേണ്ട, നിങ്ങൾ ചിന്തിക്കുക. ഞാൻ അതിൽ ആശയം ഉണ്ടായതുകൊണ്ടാണ് പറഞ്ഞത്. തീറ്റക്കാരൻ എന്നതിനർത്ഥം. ആക്കിൽ എന്ന് പറഞ്ഞാൽ തീറ്റക്കാരൻ എന്നർത്ഥം. അല്ല, ആക്കില തീറ്റക്കാരായ ആളുകൾ കയറി വരിക. ഒരു പശുപ്രയിലേക്ക് തീറ്റക്കാർ എന്നാ പറഞ്ഞത്. തീറ്റക്കാർ എന്ന സംബോധന തന്നെ സത്യത്തിൽ അവരെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ തിന്നും, പക്ഷേ തീറ്റക്കാരല്ല. റപ്പായി തീറ്റക്കാരനാണ്. തൃശ്ശൂരിലെ റപ്പായി ഉണ്ടല്ലോ, അറിയൂലേ? നിങ്ങളൊന്നോ ചിരിക്കും മനുഷ്യന്മാരെ. റമളാൻ മാസല്ലേ, തൊലാഖത്തുൽ വജ്ഹി മിനസ് സ്വദഖാണ് റസൂലുള്ളാഹി. ഒരാളെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിക്കൽ സ്വദഖയാന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ചിന്തിക്കണം. അപ്പൊ തീറ്റക്കാരൻ റപ്പായി ഒരു സദസ്സിലേക്ക് കയറി വന്നാൽ, അപ്പൊ റപ്പായെ പോലത്തെ ആളുകൾ, റപ്പായെ പോലത്തെ ആളുകൾ, അൻ എക്സാമ്പിൾ, റപ്പായി മാത്രം ഉദ്ദേശിക്കണില്ല, അങ്ങനത്തെ ആളുകൾ. ഞാൻ ഉദാഹരണം മനസ്സിൽ ചെറുപ്പകാലം മുതലേ ഉള്ളൊരു പേര് ആയതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അങ്ങനെ എന്ത് ഇവിടെ ഉണ്ടോ? അങ്ങനെ ആകട്ടെ, അങ്ങനെ ശ്രദ്ധിക്ക്. അങ്ങനത്തെ ആളുകൾ കയറി വരിക എന്ന്. അവർ ഭക്ഷണത്തളികന്റെ മുന്നിലെത്തിയാൽ എന്തായിരിക്കും താല്പര്യം? ഭക്ഷണത്തളികയുടെ മുന്നില് റഹ്മത്തുള്ള മൗലവിയും അബ്വാജിയും പിന്നെ ഉമർ ഫൈസും ഇങ്ങനെയുള്ള ഒരു 10 ആളുകൾ ഇരുന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ 10 ആളുകൾ ഇരുന്നാൽ ഭക്ഷണത്തളികയിൽ മാന്യത അല്ലാതെ ഒന്നും ചെയ്യൂല. എന്തുകൊണ്ട്? നമുക്ക് അതിനുള്ള ആദാബുകൾ അറിയാം. നേരെ മറിച്ച് അങ്ങനെയുള്ള കുറച്ച് ആളുകൾ, ഇപ്പൊ ഞാൻ പേര് പറഞ്ഞത് പോലെയുള്ള കുറച്ച് ആളുകൾ ഭക്ഷണത്തളികയിലേക്ക് മുന്നിലെത്തിയാൽ എന്തായിരിക്കും അവരവസ്ഥ? ഒരു 100 ഇഡ്ഡലി മുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാല് ഓരോരുത്തരും അതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുന്നത് പോളിംഗ് പരമാവധി ശതമാനം കൂട്ടണം എന്നാ. യുദ്ധം കഴിഞ്ഞാലും യുദ്ധം ചെയ്യണം, മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യണം എന്ന കാര്യത്തിൽ
അമേരിക്കക്കും ബ്രിട്ടനുമൊക്കെ, ഫ്രാൻസിനും ജർമ്മനിക്കും റഷ്യക്കുമൊക്കെ ഒരേ സ്വരത്തിലെ അഭിപ്രായമാണ്. എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. പത്രകോളങ്ങളിൽ കാണുന്ന ഈ അധര വ്യായാമങ്ങൾ വിഭവങ്ങളുടെ ഏറ്റക്കുറച്ചിലിന്റെ പേരിലുള്ള ചില പിരിമുറുക്കങ്ങളുടെ വാക്കുകൾ മാത്രമാണ്. മനുഷ്യന്മാരെ വിഡ്ഢികളാകരുത്. റഷ്യക്കാർ അമേരിക്കക്കാരെ ആക്ഷേപിക്കുമ്പോൾ റഷ്യക്കാർ നമ്മുടെ കൂട്ടത്തിലാന്ന് വിചാരിക്കരുത്. വിഭവത്തിന്റെ ക്വാണ്ടിറ്റി അമേരിക്ക കിട്ടുന്ന അത്ര അവർക്ക് കിട്ടുന്നില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. നമ്മൾ റഷ്യയുടെ ഒരു പ്രസ്താവന കേൾക്കുമ്പോഴത്തേന് വിചാരിക്കും റഷ്യക്കാർ നമ്മളെ കൂടെയാണ്. ഇവർ അതിനേക്കാൾ വലിയ ആക്രമികളായത് കൊണ്ടല്ലേ ചെച്ചന്യയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന അനവധി പള്ളികൾ റഷ്യക്കാരാണ് ഇന്നും പൂട്ടിക്കിടപ്പാൻ. അനവധി പള്ളികൾ പൂട്ടി. സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിൽ റഷ്യയിൽ പാമീർ പർവ്വത നിരകൾക്ക് താഴെയുള്ള തുർക്കിസ്ഥാൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ പല പ്രദേശങ്ങളിലും മുസ്ലിമീങ്ങളുടെ മുഖത്തിൽ നിന്ന് നഖാബ് വലിച്ചു കീറിയ കാലഘട്ടമുണ്ടായി. മുസ്ലിം പെൺകുട്ടികളുടെ മുഖം മറക്കുന്ന മുഖമക്കനകൾ വലിച്ചു കീറിയില്ലേ ഈ റഷ്യൻ പട്ടാളക്കാർ? ഇന്നും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ ഒരു പ്രസ്താവന ഇറക്കുന്നത് ചിന്തിക്കണം. ഈ അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു പ്രവണത ഉണ്ട് നമ്മുടെ നാട്ടിനിടയിൽ. ഏതെങ്കിലും ലോകകപ്പ് വരുമ്പോ ഈ കളറുള്ള ചില കൊടികൾ ഇങ്ങനെ തൂക്കി വെക്കും നമ്മളെ പ്രദേശത്ത്. മുസ്ലിം പ്രദേശങ്ങളിൽ അത് കൂടുതൽ കാണുന്നത്, മലപ്പുറം ജില്ലയിലല്ല കൂടുതൽ കാണുന്നു. അത് ഹറാമാണ്. ആ പ്രവർത്തനം ഹറാമാണ്. എന്തടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് എന്നോട് ചോദിച്ചോളൂ. ഞാൻ ഇപ്പൊ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെയുള്ള ബ്രസീൽ, അർജന്റീന, ബൊളീവിയ പിന്നെ അടക്കമുള്ള പ്രദേശങ്ങൾ, ഫ്രാൻസ് അടക്കമുള്ള പ്രദേശങ്ങളുടെ കൊടി തൂക്കൽ ഹറാമാണ്. ആ കൊടി തൂക്കുന്നത് ഹറാമാണ്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹ വറസൂലഹു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനോടും ആ സമൂഹത്തോടും ശത്രുത ചെയ്യുന്ന ആളുകളെ സ്നേഹിക്കാൻ മുസ്ലിമീങ്ങൾക്ക് കഴിയില്ല. ഈമാനുള്ളവർക്ക് കഴിയില്ലെന്ന് വിശുദ്ധ ഖുർആൻ. ഒരു രാജ്യത്തിന്റെ കൊടി എന്നത് ആ രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് അത് നമ്മുടെ ദേശീയ പതാക രാത്രിയിൽ ഉയർത്താൻ പാടില്ല. കാരണം രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രതീകമാണത്. ഈ അടുത്ത കാലത്ത് ഈ പ്ലാസ്റ്റിക്കിൽ ദേശീയ പതാക അടിച്ചു വന്നപ്പോൾ വരെ അതിൻ്റെ പേരിൽ വിഷയങ്ങൾ പലതുമുണ്ടല്ലോ നാട്ടിൽ. എന്തുകൊണ്ട്? അതൊന്നും രാജ്യത്തെ ദേശീയ പതാക എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ അഭിമാനമാണ്. അശോക ചക്രം ഉല്ലേഖനം ചെയ്ത ഇന്ത്യ രാജ്യത്തെ ദേശീയ പതാക ഇന്ത്യക്കാരുടെ അഭിമാനം തന്നെ. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം തന്നെയാണ്. നമ്മൾ ഇന്ത്യക്കാർ തന്നെയാണ്. സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദോസിത്താൻ ഹമാര നമ്മുടെ ഈ രാജ്യത്തിന്റെ, നമ്മുടെ ഈ ലോകത്തെ ഏറ്റവും വലിയ പൂങ്കാവനം നമ്മുടെ രാജ്യം തന്നെയാണ് നമുക്ക്. അപ്പൊ ഈ രാജ്യത്തിന്റെ അഭിമാനമാണ്, ഈ ഒരു രാജ്യത്തിന്റെ അഭിമാനമാണ് ആ രാജ്യത്തിന്റെ പതാക എന്ന് പറയുന്നത്. ആ രാജ്യത്തിന്റെ സ്വഭാവമാകട്ടെ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ അങ്ങാടികളിൽ, മലപ്പുറം ജില്ലയിൽ ഞാൻ ഈ ഹറാമ് പല നാട്ടിലും കണ്ടു. മുസ്ലിമീങ്ങൾ 1% മറ്റുള്ളവരില്ലാത്ത മുസ്ലിം പ്രദേശങ്ങളിൽ മുസ്ലിം ചെറുപ്പക്കാർ റമളാൻ മാസത്തിലടക്കമുള്ള സമയങ്ങളിലൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള പതാകകൾ, അന്യരാജ്യത്തിന്റെ പതാകകൾ തൂക്കുന്നു, അവരെ തശ്ജീഅ ചെയ്യുന്നു, അവരെ ഭാഗത്ത് നിൽക്കുന്നു. സൈനുദ്ദീൻ സിദാൻ എന്ന ഏതോ ഒരുത്തൻ ഫ്രാൻസിലുണ്ട് എന്ന പേരിൽ ഫ്രാൻസിന്റെ പക്ഷം ചേർന്ന് നിൽക്കുന്നു. എന്നാൽ ഈ ഫ്രാൻസിനെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കണം. ലോകരാജ്യങ്ങൾക്കിടയിൽ മുഖം മറച്ച് പർദ്ദ അണിഞ്ഞൊരു പെൺകുട്ടി വന്നാൽ ആ പെൺകുട്ടിയെ സ്കൂളിൽ കയറ്റരുത്, പർദ്ദ അണിഞ്ഞ പെണ്ണിന് ഓഫീസിൽ ജോലി കൊടുക്കരുത് എന്ന് ലോകത്താദ്യമായി നിയമം പാസാക്കിയ രാജ്യം ഫ്രാൻസാണ്. ലോകത്താദ്യമായി നിയമം കൊണ്ടുവന്നത് ഫ്രാൻസാണ്. ഒരു പെണ്ണ് അവളെ അവയവങ്ങൾ മറച്ചിട്ട് സ്കൂളിൽ വരികയാണെങ്കിൽ, ഓഫീസിൽ വരികയാണെങ്കിൽ അവളെ ഇറക്കി വിടണം എന്ന് ലോകരാജ്യത്ത് ആദ്യം നിയമം പാസാക്കിയത് ഫ്രാൻസാണ്. അവിടെ സൈനുദ്ദീൻ നിസാം ഉണ്ടായാലും വേണ്ടില്ല, ഇനി വേറൊരാളുണ്ടായിരുന്നു. ചിന്തിക്കണം. എന്നാൽ ഇതിലൊക്കെ നമ്മൾ അഭിമാനിക്കും. എന്നിട്ടോ ഇതുപോലെ വിഭവങ്ങൾക്ക് വേണ്ടി അതിന്റെ പേരിൽ അവർ തല്ലുകൂടും. സുപ്രയിൽ വെച്ച ഭക്ഷണത്തളികയിലെ വെച്ച ഭക്ഷണ പദാർത്ഥത്തിലേക്ക് ആളുകൾ ആർത്തി കാണിക്കോലെ
മിഡിൽ ഈസ്റ്റിലുള്ള അറബ് രാജ്യങ്ങളിലുള്ള വിഭവങ്ങൾക്ക് വേണ്ടി അന്യരാജ്യക്കാർ കൈ നീട്ടി വരിക എന്ന് മുഹമ്മദ് നബി. അപ്പൊ പിന്നെ നമ്മളെ അവർക്ക് ഇത്രയും നമ്മളുണ്ടായിട്ട് പേടി ഉണ്ടാവൂലേ എന്ന് സഹാബികൾ ചോദിച്ചു. അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്, ഞങ്ങൾ കുറെ ആളുകൾ ഉണ്ടായിട്ട് ഞങ്ങളെ അവര് ഭയപ്പെടുന്നില്ലേ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അന്ന് ഞങ്ങൾ എണ്ണത്തിൽ ചുരുക്കമാകുമോ എന്ന് ചോദിച്ചു. ഖാലല്ല, നിങ്ങൾ എണ്ണത്തിൽ ചുരുക്കമാവുകയില്ല. ബൽ അൻതും കസീർ വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ. വലാകിൻ ബൽ അൻതും കസീർ, നിങ്ങൾ ഇഷ്ടം പോലെ ആളുകൾ. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, പ്രചണ്ഡമായ ജലപ്രവാഹത്തിലെ മാലിന്യത്തെ പോലെയാവുക. പ്രചണ്ഡമായ ജലപ്രവാഹത്തിലെ മാലിന്യം പോലെ പൊങ്ങുതടിയാവുക. നിങ്ങൾക്ക് സ്വയമായി ദിശാബോധമില്ലാതെയാവുക. നിങ്ങൾ കാലത്തിന്റെ കുത്തൊഴുക്കിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ഇതാണ് കാലഘട്ടത്തിന്റെ മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ചു പോയ നാശം. ഇങ്ങനെ ലോകരാജ്യങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായത്തെ നശിപ്പിക്കുന്ന സമൂഹം വരികയെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലതത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ ബഅൻ ബിബാൽ. ചാണിന് ചാണായും ബഅൻ ബിബാൻ, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന് എതിരായ ആളുകളുടെ സംസ്കാരത്തിന്റെ പിന്നാലെ കൂപ്പുകുത്തുക. ഇതൊക്കെ തന്നെ ഈ ദരിദ്രന്മാരുടെ നാടായ മലയാളക്കരയിൽ പോലും ചെറുപ്പക്കാർ നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതിന് വരെ നമ്മളെ ചെറുപ്പക്കാർ ആ കാര്യത്തിൽ വരെ മത്സരിക്കുക. അവർക്ക് നമ്മൾ അംഗീകാരം കൊടുക്കുക. അവർ നമ്മെ കൊല്ലുക. അവർ നമ്മെ അമേരിക്കൻ ഐക്യ നാടുകളിൽപ്പെട്ട പ്രദേശങ്ങളാണ് ബ്രസീൽ അടക്കമുള്ള രാജ്യം. അവിടെ ഒരു റൊണാൾഡോ ഉണ്ടായാൽ നിങ്ങൾ ചിന്തിക്കണം. ഞാനൊരിക്കൽ അരീക്കോട് നിന്ന് ബസ് കയറിയപ്പോൾ ഉണ്ട് ഒരു 5-8 ചെറുപ്പക്കാര് തലമുടിയിൽ ഇവിടെ മാത്രം മുടി വെച്ചിട്ട് ഇങ്ങനെ ബസ് കയറിയിട്ടുണ്ട്. അപ്പൊ ഒരു സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെ ടീം മാർക്ക കല്യാണം കഴിച്ചതാണ്. മുസ്ലിം എന്ന് ഞാൻ പറയണില്ല, അങ്ങനെ ഉണ്ടല്ലോ, അതിനൊക്കെ ഒരു വില ഉണ്ടല്ലോ. അപ്പൊ ഈ മാർക്കം കല്യാണം കഴിച്ച ടീമാണ്. ഞാൻ അരീക്കോട് നിന്ന് ഒരിക്കൽ ബസ് കയറി. അപ്പൊ ഈ ചെറുപ്പക്കാർ ഇവിടെ എങ്ങനെ വെച്ചതാ? അപ്പൊ ഞാൻ ഒരാളോട് ചോദിച്ചോ പറഞ്ഞു, ഈ കപ്പില് എന്താ ചങ്ങാതിന്റെ പേര് പറയാ, റൊണാൾഡോന്റെ മുടി അങ്ങനെയാണ്. നിങ്ങൾ ചിന്തിക്കുക, റൊണാൾഡോ മുടി എങ്ങനെയാ? നിങ്ങൾക്കറിയില്ലേ? റൊണാൾഡോ എന്ന് പറഞ്ഞ മിണ്ടാതിരിക്കുന്ന നിങ്ങൾക്കൊന്നും അറിയൂല. ഈ സാധുവായ മുസ്ലിയാരായ എനിക്കൊക്കെ അറിയും, നിങ്ങൾക്കൊന്നും അറിയൂല. എന്താ നിങ്ങളെ വിളവ്? നിങ്ങൾ ചിന്തിക്കുക ചെറുപ്പക്കാരെ. ഇതൊക്കെ ഹറാമാണ്, അതൊക്കെ ഹറാമാണ്, അതൊക്കെ ഹറാമു തന്നെയാ. അതൊക്കെ തനി ഹറാമാണ്. അവരുടെ പേരിൽ പ്രത്യേകമായ ക്ലബുണ്ടാക്കൽ ഹറാമാണ്. ഈ വിദേശ രാജ്യങ്ങളുടെ പേരിൽ ക്ലബുണ്ടാക്കൽ, അള്ളാഹുവിനെ അംഗീകരിക്കാത്ത രാജ്യത്തിന്റെ പേരിൽ ക്ലബുണ്ടാക്കുകയും അവർക്ക് വേണ്ടി വീര്യം നൽകുകയും ചെയ്യുന്നത് ഹറാമാണ്. നട്ടപ്പാതിര 2 മണിക്ക് വരെ ചെറുപ്പക്കാർ, എനിക്കറിയാം, മരം കോച്ചുന്ന തണുപ്പിലും മഴയിലും ചെറുപ്പക്കാരിരുന്നിട്ട് ഈ കളി കണ്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ പിന്നാലെ കോപി വിളിക്കുന്നു. അതിന്റെ പിന്നാലെ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ വളരെ, നിങ്ങൾ ചിന്തിക്കണം, ഇത് അരീക്കോടിന്റെ മാത്രം കാര്യമല്ല, അറബ് ലോകത്ത് പോലും ഞാനത് കണ്ടിട്ടുണ്ട്. ചാൾസ് ഡയാന മരിച്ചുപോയ ദിവസത്തിൽ കേരിച്ച് റൂമിൽ കിടക്കുന്ന അലമുറയിട്ട് റൂമിൽ കിടക്കുന്ന അറബി പിള്ളേരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കേട്ടിട്ടുണ്ട്. ചാൾസ് ഡയാന മരിച്ചന്ന് എന്താ പറയാ, ഡയാന മരിച്ചന്ന്, ചാൾസിന്റെ ഭാര്യയായ ഡയാന മരിച്ച അന്ന്, ആ ദിവസം ചാൾസ് രാജകുമാരന്റെ വധുവായിരുന്ന ഡയാന മരിച്ച ദിവസം വിഷമിച്ച റൂമിൽ കിടക്കുന്ന അറബി പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് തന്നെയാണ്. അതോടുകൂടെയല്ലേ നിങ്ങളെ പറ്റിയുള്ള ഭയം അല്ലാഹു അവരെ മനസ്സിൽ നിന്ന് എടുത്തു കളയുമെന്ന് മുഹമ്മദ് നബി. അവരെ എച്ചിലിന്റെ പിന്നാലെ നിങ്ങൾ നടക്കുന്നതോട് കൂടെ നിങ്ങളെ പറ്റിയുള്ള പേടി പിന്നെ അവർക്ക് ഉണ്ടാവില്ല. ഒരിക്കലും അവർ നിങ്ങളെ പിടിക്കൂല. പിന്നെയോ നിങ്ങളെ മനസ്സിലേക്ക് അല്ലാഹു തആല ഒരു തരം ഭയം ഇട്ടു തരികയും ചെയ്യുക. അല്ലാഹു നിങ്ങളെ മനസ്സിലേക്ക് ഭയം ഇട്ടു തരിക, അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ പറ്റിയുള്ള ഭയം എടുത്തു കളയുക. എന്നിട്ട് അറബ് ലോകത്തിന്റെ പരിസരത്ത് മുഴുവനും ഉപരോധം സൃഷ്ടിച്ചുകൊണ്ട് അവിടുത്തെ വിഭവങ്ങൾ ഏറ്റെടുക്കുകയും മുസ്ലിം രാജ്യത്തിന്റെ അധികാരത്തിന്റെ ചെങ്കോല് അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള 2 പ്രത്യേകമായ ലോകത്തെ സമൂഹങ്ങൾ കൈപ്പിടയിൽ ഒടുക്കുമെന്ന് മുഹമ്മദ് നബി.
അവരോട് ചോദിക്കാതെ റൊട്ടി വരാതിരിക്കുക, അവരോട് ചോദിക്കാതെ ഗോതമ്പിന്റെ മാർക്കറ്റ് നടക്കാതിരിക്കുക, അവരോട് ചോദിക്കാതെ നിങ്ങളുടെ വിഭവങ്ങൾ വിൽപ്പന നടത്താൻ കഴിയാതിരിക്കുക, അവരോട് ചോദിക്കാതെ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ഒരുപക്ഷെ സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ഹജ്ജിന് പോകുന്നത് എത്രയും പെട്ടെന്ന് ഹജ്ജിന് പോകാൻ നോക്കിക്കോളൂ. ഇത് ഞാനൊരു സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ജോർജ് ബുഷിന്റെ കയ്യൊപ്പ് ലഭിക്കാതെ ഹജ്ജിന് വരാൻ കഴിയില്ലെന്ന് പറയുന്ന കാലഘട്ടം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ട്, ലാ യുഹജ്ജു ബിൽ ബൈതി, മൽഹമത്ത് അധികരിച്ചു പോയാൽ, അറബ് ലോകത്ത് വിപ്ലവം കൂടിപ്പോയാൽ, ലാ യുഹജ്ജു ബിൽ ബൈതി, കഅബാലയത്തിൽ ഹജ്ജ് നടക്കുകയില്ലെന്ന് മുഹമ്മദ് നബി. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒക്കെ ഞാൻ കണ്ടു പറയുക, കേട്ട് പറയല്ല. വിപ്ലവങ്ങൾ കൂടുകയും ഈ ലോകത്തെ പരിശുദ്ധമായ കഅബാലയത്തിൽ ഹജ്ജ് നടക്കാതെയാവുമെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ അതുകൊണ്ട് വേഗം ചെയ്തോളൂ, ചെയ്യുന്നവരൊക്കെ വേഗം ചെയ്തോളൂ, നല്ലതാണ്. എല്ലാം അവസാനിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ചില അടയാളങ്ങൾ കാണുമ്പോൾ നമുക്ക് പേടി തോന്നുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ ആലോചിക്കുക, അവർ ഈ നിങ്ങൾ വിളിച്ചിറക്കി കൊണ്ടുവന്ന ഈ പാശ്ചാത്യൻ ശക്തികൾ എന്ത് ചെയ്യും? അനബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുനിഅത്തിൽ ഇറാഖു ദിർഹമഹാ വഖഫീസഹാ. ഇറാഖികൾക്ക് ഒരു നാണയം കിട്ടാതെയാവുന്ന കാലഘട്ടം വരും. ചിന്തിച്ചോ. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എവിടുന്നോ അല്ല ഞാനിത് പറയുന്നത്, സ്വഹീഹ് മുസ്ലിം. സ്വഹീഹ് മുസ്ലിം. ചെറുപ്പക്കാരെ, മുഹമ്മദ് ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടയില്ലേ? ഇത് പണ്ഡിതന്മാർ പ്രധാനപ്പെട്ട ചർച്ചയ്ക്ക് എടുക്കണം. ആവശ്യമില്ലാത്ത ചർച്ച പത്രകോളങ്ങളിൽ അടിച്ചിറക്കിയിട്ട് മുസ്ലിം സഹോദരങ്ങളെ തമ്മിൽ തെറ്റിക്കല്ല വേണ്ടി. വളരെ ഗൗരവമായി പണ്ഡിതന്മാർ, എല്ലാ വിഭാഗത്തിലും പെട്ടവർ ഈ കാര്യം ചിന്തിക്കേണ്ടതാണ്. ഈ റമളാൻ മാസത്തിൽ പോലും ആവശ്യമില്ലാത്ത ചർച്ചകൾ, അത്യാവശ്യമില്ലാത്ത ചർച്ചകളുടെ പിന്നാലെ പോകുന്ന ഗതികേടാണ്. അതിന്റെ പേരിൽ നിന്ന് ഓഫീസിൽ വെച്ച് തീരുമാനിക്കുകയും സംഘം കിട്ടുകയുമാണ് ചെയ്യുന്നത്. വളരെ ചിന്തിക്കണം. ഹബീബായ മുഹമ്മദ് നബി സ്വഹീഹ് മുസ്ലിം അവരെ നിങ്ങൾ വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് നിങ്ങളും അവരും തമ്മിൽ ഹുദിനത്ത, അവരും നിങ്ങളും തമ്മിൽ സന്ധി ഉണ്ടാക്കിയതാ. ഇനി അവരങ്ങനെ പോകുന്നില്ല, ഇനി അവർ പോവില്ല എന്ന് മാത്രമല്ല, അവരോട് ചോദിക്കാതെ ഒരു ചിലന്തി പോലും പറക്കാൻ കഴിയാത്ത അവസ്ഥ വരും. നിങ്ങളെ മുഴുവനും അവർ ചുറ്റിപ്പൊടിയുകയും നിങ്ങളുടെ നാട്ടിൽ അവരെ നിങ്ങൾ പേടിക്കുകയും ചെയ്യും. ഹബീബായ നബി പറഞ്ഞു, ശ്രദ്ധിച്ചോളൂ ഹദീസ്, ഞാൻ ഹദീസ് പറയാ. ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ. എന്താ അർത്ഥം? സ്വന്തം നാട്ടിൽ അന്യനായിട്ടാണ് ഇസ്ലാം തുടങ്ങിയത്. അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ആദ്യം ഉണ്ടാക്കിയ നാടാണ് മക്ക. ആ നാട്ടിൽ അന്യനായിട്ടാണ്, സ്വന്തം നാട്ടിൽ അന്യനായിട്ടാണ് ഞാൻ തുടങ്ങിയതെങ്കിൽ ഇനി ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ സ്വന്തം നാട്ടിൽ അന്യരാകുമെന്ന് മുഹമ്മദ് നബി. ആരാണ് ഇന്നത്തെ ഇറാഖ്? ആരാണ് ഇന്നത്തെ ഫലസ്തീൻ? ആരാണ് ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ? അതാണ് ഇന്നത്തെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ. അതുതന്നെയാണ് നജാദി അധികാരമേറ്റെടുത്തപ്പോൾ ഷിയയായിക്കോട്ടെ, ഉശിലുള്ള ഒരു ആൺകുട്ടിയാണെന്ന് കണ്ടപ്പോ അമേരിക്കയുടെ വയറ്റിലെ വേദന മാറുന്നില്ല. ആരും ആകട്ടെ, ഷിയയും സുന്നിയും തമ്മിലുള്ള തർക്കം വീട്ടിന്റെ വാതിലിനുള്ളിൽ മുസ്ലിമീങ്ങൾ തർക്കിക്കുന്നതാ. അതിൽ അമേരിക്കക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. അത് മുസ്ലിമീങ്ങൾ ആഭ്യന്തര കാര്യം മുസ്ലിമീങ്ങൾ നോക്കും. ഷിയയാണോ സുന്നിയാണോ മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ടതാ. അമേരിക്കക്കാരൻ ഷിയയാണോ സുന്നിയാണോ മുജാഹിദാണോ എന്ന് നോക്കുകയല്ല. എന്റെ ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾ ഇത് ചിന്തിക്കണം. നജാദി അധികാരമേറ്റെടുത്തപ്പോൾ എന്തൊക്കെയാ ചെയ്തത്? UNIൽ നജാദിയെ പങ്കെടുപ്പിക്കുകയില്ല, പ്രസംഗിപ്പിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് മുറവിളി ഉണ്ടായില്ലേ? എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി. എന്തുകൊണ്ട് ഉശിറുള്ള ഒരാൺകുട്ടി എവിടെയെങ്കിലും ഉയർന്നു വന്നാൽ അവനെ തകർക്കണം? എന്തുകൊണ്ട്? ഇതിന് പകരം ചോദിക്കാൻ ലോകത്തിന്റെ കാലത്ത് ഫറോവ എന്ത് ചെയ്തു? യുദബ്യഹൂന അബ്നാഅഹും. ആൺകുട്ടികളെ മുഴുവനും കൊന്നില്ലേ അക്കാലത്തെ ഫറോവയെങ്കിൽ ഇക്കാലത്തെ ഫറോവയും അതിനുള്ള പണിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ഫറോവ ഒന്നല്ല, ഫറോവ കാലികമാണ്. ഫറോവ ഒരാളല്ല. എന്തുകൊണ്ട്? ഞാൻ വെറുതെ പറയല്ല. ഹബീബായ റസൂലുള്ളാഹി ബദർ യുദ്ധം കഴിഞ്ഞു. അബൂജഹൽ ചത്തി കിടക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം
അബൂജഹൽ ചത്ത് കിടക്കുന്ന അബൂജഹലിനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാത ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ ഫിർഔൻ ചത്തു എന്നാ പറഞ്ഞു. ഇന്നത്തെ ഫിർഔൻ ചത്തിരിക്കുന്നു. ഉമ്മ, ഈ സമുദായത്തിന്റെ ഫിർഔൻ ചത്തു എന്നാ പറഞ്ഞു. ഇന്നത്തെ ഫിർഔൻ ചത്തിരിക്കുന്നു. അപ്പൊ അതോ അബൂജഹലിന് റസൂൽ ഇട്ട പേര് ഫിർഔൻ. അക്കാലത്തെ ഇസ്ലാമിന്റെ വലിയ ശത്രുവാണ് അക്കാലത്തെ ഫിർഔൻ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് സ്വഹീഹുൽ ബുഖാരി മുഹമ്മദ് നബി നിങ്ങൾ മുനിഅത്തിൽ ഇറാഖ് സ്വഹീഹ് മുസ്ലിം എടുത്തു നോക്കി. ഇതൊക്കെ പഠിക്കണ്ട, ഇതൊക്കെ എത്ര കാലവും പഠിച്ചാ തീരാത്ത ഹദീസാണ്. നീ ചിന്തിച്ചു നോക്ക് ചെറുപ്പക്കാരെ, ചിന്തിച്ചു നോക്ക് ചെറുപ്പക്കാരെ. ഇത് ഞാൻ തമാശ പറയുകയല്ല ചെറുപ്പക്കാരെ. ഒരു നേരത്തെ റൊട്ടിക്ക് വേണ്ടി ഉമ്മാനെ വിൽക്കാൻ നടക്കുന്ന ചെറുപ്പക്കാരെ കൊണ്ട് അറബ് ലോകം ഇന്ന് ഇറാഖിന്റെ ബഗ്ദാദിലും നജഫിലും ബസറയിലും ദൃക്സാക്ഷികൾ പറഞ്ഞ വിവരമാണ് ഞാൻ ഈ പറയുന്നത്. ഒരു നേരത്തെ വീട്ടിലെ റൊട്ടിക്ക് വേണ്ടി ഉമ്മാനെ വിൽക്കാൻ നടക്കുന്ന ചെറുപ്പക്കാർ, അറബ് ലോകത്ത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഈ പറയുന്നത്. എന്തുകൊണ്ട് റൊട്ടി കിട്ടാത്ത കാലഘട്ടം വരും? മുനിഅത്തിൽ ഇറാഖ് ദിർഹമാ വഖഫീസാ, ഒരു ദിർഹം ലഭിക്കുകയില്ല. ഒരു ഖഫീസ് എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ, നമ്മൾ അളവ് പാത്രത്തിന് ഖഫീസ് എന്ന് പറയും. ഒരു ലിറ്റർ ധാന്യം അക്കാലത്ത്, ഒരു നാഴി അരി പോലും അക്കാലത്ത് ഇറാഖികൾക്ക് ലഭിക്കില്ല. നിങ്ങൾ ചിന്തിക്കണം. ഒരു സർവേ റിപ്പോർട്ട് ഈ അടുത്ത ദിവസം കണ്ട ഒരു സർവേ റിപ്പോർട്ട് വളരെ അത്ഭുതപ്പെടുത്തി. 30% വീടുകളിൽ വ്യഭിചാരം നടന്നാണ് ജീവിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, എനിക്ക് പറയാൻ കഴിയില്ല. 30% വീടുകളിലെങ്കിലും വ്യഭിചാരം ജീവിത ഉപാധിയുടെ മാർഗമായി ജീവിതോപാധിയാവുക. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. തക്സുറുർ റിജാല തഖല്ലുർ റിജാലു വതക്സുറുൻ നിസാ, പ്രദേശങ്ങളിൽ ആണുങ്ങളില്ലാതെയാവുക, പെണ്ണുങ്ങൾ അധികരിക്കുക. ഈ ഹദീസിന്റെ വ്യാഖ്യാനം ഫത്ഹുൽ ബാരി പറയുന്നത് ബിസബബിൽ മൽഹമ, വിപ്ലവങ്ങൾ കാരണമായിട്ട്. വിപ്ലവങ്ങളിൽ മരിച്ചു വീഴുന്നത് മുഴുവനും ആണുങ്ങളാവും, പെണ്ണുങ്ങൾ ബാക്കിയാവും. ഉപജീവന മാർഗമില്ല. അന്യ നാട്ടുകാർക്ക്, മുശ്രിക്കീങ്ങൾക്ക് സ്വന്തം നാണം വിൽക്കുകയല്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഇറാഖികൾക്ക് വരുമെന്ന് മുഹമ്മദ് നബി. നിങ്ങൾ ചിന്തിക്ക്, ഈ ഇക്കൊല്ലത് ചർച്ചയാക്കേണ്ട വിഷയമല്ലേ? നിങ്ങൾ ചിന്തിക്കുക, എന്താ ഈ പറഞ്ഞത്? ഇത് എവിടെയുള്ളതല്ല, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. മുഹമ്മദ് നബി ഷാമികൾക്കും തടയപ്പെടും. ഷാമി എന്നാൽ ഫലസ്തീൻ, ജോർദാൻ, സിറിയ, ലബനാൻ അടക്കമുള്ള പ്രദേശങ്ങളാണ്. അവർക്കും തടയപ്പെടും. മുതി എന്നാൽ അവരുടെ അളവ് പാത്ര, ദിനാർ നാണയമാണ്. ഒന്ന് ഖഫീസഹ വദിർഹമഹ, ഒന്ന് എന്നിട്ട് ഹബീബായ നബി പറഞ്ഞു, നിങ്ങൾ തുടങ്ങിയിടത്തേക്ക് മടങ്ങും. മനസ്സിലാവണില്ലല്ലോ? സ്വഹീഹ് മുസ്ലിം, നിങ്ങൾ മടങ്ങിപ്പോകും. നിങ്ങൾ തുടങ്ങിയിടത്തേക്ക് തന്നെ, നിങ്ങൾ തുടങ്ങിയിടത്തേക്ക് മടങ്ങിപ്പോകുമെന്നാൽ സ്വന്തം നാട്ടിൽ നിങ്ങൾ അന്യരോട് ചോദിക്കേണ്ട ഗതികേട് വരുമെന്ന് മുഹമ്മദ് നബി. അന്യരോട് ചോദിക്കേണ്ടി വരും, അവരായിരിക്കും. അങ്ങനെയല്ല. ഈ മിഡിൽ ഈസ്റ്റിലെ പല മുസ്ലിം രാജ്യങ്ങളിലും അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ വന്നാൽ കസ്റ്റംസ് തൊടാൻ ധൈര്യമില്ല. എത്ര രാജ്യമുണ്ട്? അമേരിക്കക്കാര് സീലടിച്ച് എന്തുകൊണ്ട് വന്നാലും സ്വീകരിക്കും. അമേരിക്കക്കാരന്റെ പെട്ടി തുറന്നു നോക്കുകയില്ല. നോ എൻട്രി ആയ സ്ഥലത്ത് വണ്ടി നിർത്തിയാൽ അമേരിക്കക്കാരന്റെ മുഖത്ത് നോക്കിയിട്ട്, അമേരിക്കൻകാരന്റെ പട്ടാളക്കാരന്റെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യമില്ലാത്ത പോലീസ് ഓഫീസർമാർ വരെ ഉണ്ട്. തമാശയല്ല ഞാൻ ഈ പറയുന്നത്. സ്വന്തം നാട്ടിൽ അന്യൻ ഭരണം നടത്തുക, സ്വന്തം നാട്ടിന്റെ കാര്യം മറ്റുള്ളവർ തീരുമാനിക്കുക. ഹബീബായ നബി പറഞ്ഞു, സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നോക്കൂ നിങ്ങൾ, നിങ്ങൾ തുടങ്ങിയിടത്തേക്ക് തന്നെ മടങ്ങി പോകുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതാണ് ബദഅൽ ഇസ്ലാമു ഗരീബ,
സയഊദു കമാ ബദഅ ഫതുബാ ലിൽ ഗുറബാ.